സമുദ്രം വിളിച്ചു. സിന്ദ്ബാദ് മറുപടി പറഞ്ഞു. ആ വാക്കുകൾ അവന്റെ ഹൃദയത്തിൽ ഒരു തിരമാല പോലെ ഉയർന്നു. ഒരു കാലവർഷക്കാറ്റ് കടൽ തീരത്തുനിന്ന് അവന്റെ ബാഗ്ബാദിലെ കൊട്ടാരക്കെട്ടുകളിലേക്ക് അലയടിച്ചിരുന്നെങ്കിൽ ആ കാറ്റിനുപോലും ഈ വിളി കേൾക്കാമായിരുന്നു. ആ വിളിക്ക് ഒരു മാന്ത്രിക ശക്തിയുണ്ടായിരുന്നു. 14-ാം നൂറ്റാണ്ടിലെ ബാഗ്ദാദ്, കിഴക്കിന്റെ മുത്ത്, ലോകത്തിന്റെ വാണിജ്യ കവാടം. ടൈഗ്രിസ് നദിയുടെ തീരത്ത് 1000 മിനാരങ്ങൾ ആകാശത്തേക്ക് ഉയർന്നു നിന്ന ഒരു നഗരം. സൂര്യൻ ഉദിക്കുമ്പോൾ അതിന്റെ സ്വർണ്ണനിറം മിനാരങ്ങളിൽ തട്ടി പ്രതിഫലിച്ചു. സ്വർണവും വെള്ളിയിൽ തീർത്ത കെട്ടിടങ്ങളും അലങ്കരിച്ച കമാനങ്ങളും സുഗന്ധദ്രവ്യങ്ങളുടെയും പട്ടുതുണികളുടെയും ഗന്ധം നിറഞ്ഞ അങ്ങാടികളും. ഓരോ പ്രഭാതത്തിലും സൂര്യൻ ഉദിക്കുമ്പോൾ ബാഗ്ദാദ് ഒരു സ്വപ്നത്തെപ്പോലെ ഉണർന്നു. പുലർകാലങ്ങളിൽ ബാഗ്ദാദിന്റെ ഊടുവഴികളിലൂടെ അത്തറിന്റെയും കാപ്പിയുടെയും മണം പലന്നു. കച്ചവടക്കാർ തങ്ങളുടെ ചരക്കുകൾ തുറന്നു. സഞ്ചാരികൾ പുതിയ കഥകൾ തേടി അലഞ്ഞു. പണ്ഡിതന്മാർ തങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ മുഴുകി. ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നുള്ള കഥകളും പാട്ടുകളും അവിടെ അലയടിച്ചു. അവിടുത്തെ കുന്നുകളിലും താഴ്വരകളിലും മരുഭൂമിയിലും ഒരുപാട് നിഗൂഢതകൾ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. ഈ മഹാനഗരത്തിലെ സമ്പന്നമായ ഒരു കുടുംബത്തിൽ സിന്ദ്ബാദ് എന്ന ചെറുപ്പക്കാരൻ ജനിച്ചു. സ്വർണ്ണാഭരണങ്ങളും പട്ടുതുണികളും കൊണ്ട് നിറഞ്ഞ വീട്. അടിമകളും വേലക്കാരും അവന്റെ ഓരോ ആഗ്രഹവും നിറവേറ്റാൻ കാത്തിരുന്നു. ഒരു സാധാരണ ജീവിതം നയിക്കാൻ അയാൾക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. പിതാവ് അവനുവേണ്ടി വലിയ കച്ചവട സാമ്രാജ്യമാണ് ഒരുക്കിവെച്ചിരുന്നത്. പക്ഷേ സിന്ദ്ബാദിന്റെ മനസ്സ് ബാഗ്ദാദിന്റെ സ്വർണ്ണക്കമ്പളിങ്ങളിൽ തൃപ്തനായിരുന്നില്ല. അവന്റെ കണ്ണുകൾ ദൂരെ നീല ആകാശത്തേക്ക് ഉറ്റുനോക്കി. ടൈഗ്രിസ് നദിയിലൂടെ ഒഴുകിപ്പോകുന്ന കപ്പലുകളെ അവൻ അത്ഭുതത്തോടെ നോക്കി. ഓരോ കപ്പലിനും ഓരോ കഥ പറയാനുണ്ടെന്ന് അവന് തോന്നി. ചക്രവാളത്തിനപ്പുറം എന്തുണ്ടെന്നറിയാൻ അവന്റെ ഹൃദയം തുടിച്ചു. ബാഗ്ദാദിലെ സുഗന്ധവ്യഞ്ജനങ്ങളുടെ മണം അവനിൽ മടുപ്പുളവാക്കി. അവന് പുതിയ ഗന്ധങ്ങൾ അറിയണം. മരുഭൂമിയിലെ ചൂടുകാറ്റും പർവ്വതങ്ങളിലെ തണുത്ത മഞ്ഞും കാടുകളിലെ നിഗൂഢതകളും അവനെ മാടി വിളിച്ചു. അവന്റെ ഹൃദയം ഒരു കൊടുങ്കാറ്റ് പോലെ ഇളകിമറിഞ്ഞു. രാത്രികളിൽ അവൻ തന്റെ മുറിയിലെ ജനലിലൂടെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്കി. ഓരോ നക്ഷത്രവും ഓരോ ദ്വീപാണെന്നും ഓരോ ദ്വീപിലും ഓരോ നിഗൂഢതകൾ ഒളിഞ്ഞിരിപ്പുണ്ടെന്നും അവൻ സങ്കൽപ്പിച്ചു. അവന്റെ മുത്തശ്ശി പറഞ്ഞുകൊടുത്ത കഥകളായിരുന്നു അവന്റെ ലോകം. കടലിന്റെ ആഴങ്ങളിൽ ഉറങ്ങുന്ന ഭീമാകാരങ്ങളായ ജീവികളെക്കുറിച്ചും പറക്കുന്ന പക്ഷികളെക്കുറിച്ചും മാന്ത്രിക ശക്തിയുള്ള ദ്വീപുകളെക്കുറിച്ചുമൊക്കെ അവൾ പറയുമായിരുന്നു. ആ കഥകൾ അവന്റെ ഉള്ളിൽ ഒരഗ്നി പോലെ എരിഞ്ഞു. ഒരു രാത്രി അവനൊരു സ്വപ്നം കണ്ടു. ഒരു കൂറ്റൻ തിരമാല അവനെ കടലിലേക്ക് വലിച്ചിഴയ്ക്കുന്നു. ആഴങ്ങളിൽ നിന്ന് ഒരു ശബ്ദം അവനെ പേര് ചൊല്ലി വിളിക്കുന്നതുപോലെ, സിന്ദ്ബാദ്. അവൻ ഭയന്ന് വിറച്ചുറക്കമുണർന്നു. നെറ്റിത്തടത്തിൽ വീർപ്പ് പൊടിഞ്ഞു. പക്ഷേ അതൊരു പേടി സ്വപ്നമായിരുന്നില്ല. അതൊരു വിളിയായിരുന്നു, സമുദ്രത്തിന്റെ വിളി. അവന്റെ ഉള്ളിൽ ഒരു പുതിയ ധൈര്യം ജനിച്ചു. തനിക്ക് സമുദ്രത്തിലേക്ക് പോകണം, അറിയാത്ത ലോകങ്ങൾ കാണണം, അപകടങ്ങളെ നേരിടണം. അവന്റെ തീരുമാനത്തെ വീട്ടുകാർ എതിർത്തു. സിന്ദ്ബാദ്, നിനക്കെന്താ ഭ്രാന്താണോ? നിനക്ക് എല്ലാ സൗകര്യങ്ങളുമുണ്ട്, പിന്നെന്തിനാ നീ ദുരിതങ്ങൾ തേടി പോകുന്നത്? അവന്റെ അമ്മയുടെ വാക്കുകൾ അവന്റെ കാതുകളിൽ ഒരു നേർത്ത കാറ്റുപോലെ കടന്നുപോയി. അവനെ തൊടാതെ. അവന്റെ പിതാവ് അവനെ ഉപദേശിച്ചു. സമുദ്രം ഒരു സുഹൃത്തല്ല സിന്ദ്ബാദ്, അത് ചതിക്കും, നിന്നെ വിഴുങ്ങും. നിന്റെ സഹോദരന്മാർ പലരും പോയത് കടലിലേക്കാണ്, അവരാരും തിരികെ വന്നില്ല. പക്ഷേ സിന്ദ്ബാദിന്റെ മനസ്സു മാറിയില്ല. അവന്റെ ഉള്ളിൽ കടലൊരടങ്ങാത്ത ആവേശമായി മാറി. അവൻ തന്റെ പിതാവിനോട് പറഞ്ഞു, പിതാവേ, എനിക്കറിയാത്ത ലോകം കാണണം. ഈ ജീവിതം എനിക്ക് മടുത്തിരിക്കുന്നു. ഞാൻ കടൽ കടന്നു പോകുകയാണ്. ഒരു ദിവസം ഞാൻ നിങ്ങളെ സന്തോഷിപ്പിക്കും. നിങ്ങളുടെ പേരിന് അഭിമാനമുണ്ടാക്കും. അവിസ്മരണീയമായ കഥകളുമായി ഞാൻ മടങ്ങിവരും. അവൻ തന്റെ സമ്പാദ്യം മുഴുവൻ എടുത്തു. സ്വർണ്ണ നാണയങ്ങൾ പെട്ടികളിൽ നിറച്ചു. കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ അവനൊരു കപ്പൽ വാങ്ങിച്ചു. ദ അഡ്വഞ്ചറർ എന്നായിരുന്നു അതിൻ്റെ പേര്. പരിചയസമ്പന്നരായ ഒരു സംഘം നാവികരെയും കപ്പലിൽ കൂട്ടി. ശക്തമായ കൈകളും കടലിന്റെ വിയർപ്പ് മണക്കുന്ന ശരീരവും കണ്ണുകളിൽ സാഹസികതയുടെ തിളക്കവുമുള്ള നാവികർ യാത്രയ്ക്കാവശ്യമായ ഭക്ഷണവും വെള്ളവും ശേഖരിച്ചു. ധാരാളം കച്ചവട സാധനങ്ങളും നിറച്ചു. ബാഗ്ദാദിലെ തുറമുഖം കപ്പൽ യാത്രക്കാരെക്കൊണ്ട് നിറഞ്ഞു. സിന്ദ്ബാദ് തന്റെ കപ്പലിലേക്ക് കയറി. അവന്റെ കണ്ണുകളിൽ ഒരു പുതിയ വെളിച്ചം, അവന്റെ ഹൃദയത്തിൽ ഒരു പുതിയ തീവ്രത.
അവന്റെ കാലടികൾ ഉറച്ചതായിരുന്നു. ആദ്യത്തെ യാത്ര. ടൈഗ്രിസ് നദിയിലൂടെ കപ്പൽ മെല്ലെ നീങ്ങി. ബാഗ്ദാദിന്റെ മിനാരങ്ങൾ ചെറുതായി വരുന്നത് സിന്ദ്ബാദ് നോക്കി നിന്നു. നഗരത്തിന്റെ ശബ്ദങ്ങൾ മാഞ്ഞുപോയി. പക്ഷേ അവന്റെ മനസ്സിൽ ബാഗ്ദാദിന്റെ ഓർമ്മകൾ ഒരു നേർത്ത വേദനയായി നിന്നു. കടലിന്റെ ശബ്ദം അവന്റെ കാതുകളിൽ മുഴങ്ങിക്കേട്ടു. തിരമാലകൾ കപ്പലിന്റെ ചുവരുകളിൽ തട്ടി പ്രതിധ്വനിച്ചു. ഉപ്പുകാറ്റിന്റെ ഗന്ധം അവന്റെ മുഖത്ത് തഴുകി. ദിവസങ്ങൾ കടന്നുപോയി. നീലക്കടൽ, നീല ആകാശം, അതെങ്ങും ഒരുപോലെയാണ്. പക്ഷേ ഓരോ ദിവസവും പുതിയ കാഴ്ചകൾ. കടലിൽ നീന്തിത്തുടിക്കുന്ന ഡോൾഫിനുകൾ, ആകാശത്തിലൂടെ പറന്നുപോകുന്ന കടൽക്കാക്കകൾ, രാത്രികളിൽ ആകാശത്തിലെ നക്ഷത്രങ്ങളുടെ തിളക്കം. എല്ലാം അവനൊരു പുതിയ ലോകം തുറന്നുകൊടുത്തു. നാവികർ പാട്ടുപാടി, കടലിന്റെ കഥകൾ പറഞ്ഞു. സിന്ദ്ബാദ് എല്ലാം ശ്രദ്ധയോടെ കേട്ടു. അവന്റെ ഉള്ളിൽ ഒരു പുതിയ സന്തോഷം നിറഞ്ഞു. ഒരു ദിവസം ദൂരെ ചക്രവാളത്തിൽ ഒരു കറുത്ത പൊട്ട് കണ്ടു. അത് വലുതായി വലുതായി വന്നു. ഒരു ദ്വീപാണെന്ന് നാവികൾ പറഞ്ഞു. കപ്പൽ ദ്വീപിനടുത്തേക്ക് നീങ്ങി. പച്ചപ്പ് നിറഞ്ഞ ഒരു കൊച്ചു ദ്വീപ്. തെങ്ങുകളും മറ്റു മരങ്ങളും നിറഞ്ഞു നിന്നു. ശുദ്ധജലത്തിന്റെ ഉറവിടൽ അവിടെ ഉണ്ടായിരുന്നു. കപ്പലിലെ എല്ലാവരും സന്തോഷിച്ചു. ക്ഷീണം മാറ്റാൻ അവർ ദ്വീപിലേക്കിറങ്ങി. സിന്ദ്ബാദ് ആ ദ്വീപിലൂടെ നടന്നു. കാടിന്റെ മണം അവനെ പൊതിഞ്ഞു. പക്ഷികളുടെ പാട്ട് അവനെ സ്വാഗതം ചെയ്തു. അവനൊരു മരത്തിന്റെ ചുവട്ടിൽ വിശ്രമിക്കാനിരുന്നു. ആഴക്കടലിലെ നിശബ്ദതയ്ക്ക് ശേഷം കാടിന്റെ ഈ ശബ്ദങ്ങൾ അവനൊരു പുത്തൻ അനുഭൂതി നൽകി. മരച്ചില്ലകളിൽ കിളികൾ കളിച്ചു ചിരിച്ചു. പൂക്കളുടെ സുഗന്ധം അവനെ മത്തുപിടിപ്പിച്ചു. അവന്റെ നാവികർ അവിടെ ഭക്ഷണം പാകം ചെയ്യാനും വെള്ളം ശേഖരിക്കാനും തുടങ്ങി. ചിലർ ഉറങ്ങി. ശാന്തമായൊരന്തരീക്ഷം. പെട്ടെന്ന് ഭൂമി കുലുങ്ങുന്നതുപോലെ തോന്നി. സിന്ദ്ബാദ് ഞെട്ടിയുണർന്നു. ചുറ്റും നോക്കി. മരങ്ങൾ ആടുന്നതുപോലെ. പക്ഷെ കാറ്റില്ലായിരുന്നു. ഒരു വലിയ ശബ്ദം. ഭും ഭും. ദ്വീപ് മുഴുവൻ വിറച്ചു. നാവികർ പരിഭ്രാന്തരായി. എന്താണിത്? ഒരാൾ നിലവിളിച്ചു. ഭൂകമ്പമാണോ? ഇതൊരു ദ്വീപല്ല, മറ്റൊരു നാവികൻ വിളിച്ചു പറഞ്ഞു. അവന്റെ ശബ്ദം ഭയം കൊണ്ട് വിറച്ചു. ഇതൊരു ഭീമാകാരമായ കടൽ ജീവിയാണ്, ഒരു കൂറ്റൻ തിമിംഗലം. സിൻബാദ് ഞെട്ടിപ്പോയി. അയാൾ ദ്വീപിന്റെ നടുക്കേക്ക് നോക്കി. അവിടെ ഒരു കൂറ്റൻ കണ്ണുകൾ അവനെ നോക്കുന്നു. കണ്ണുകൾക്ക് ചുറ്റും ചുവന്ന ഞരമ്പുകൾ. പാറകളെന്ന് തോന്നിയ പല ഭാഗങ്ങളും ആ ജീവിയുടെ പുറത്തുള്ള തൊലിയാണെന്ന് അപ്പോഴാണ് അവർക്ക് മനസ്സിലായത്. അവർ ഭക്ഷണം പാകം ചെയ്യാൻ കത്തിച്ച തീയാണ് ആ ജീവിയെ ഉണർത്തിയത്. തിമിംഗലം ഉറങ്ങുണർന്ന് ഇളകി തുടങ്ങിയിരുന്നു. തിമിംഗലം ഇളകാൻ തുടങ്ങി. അതിന്റെ പുറംഭാഗത്തു നിന്ന് പാറകൾ അടർന്നു വീണു. കടലിലേക്ക് ഊളിയിടാനൊരുങ്ങുന്നു. കപ്പൽ ദൂരെയായിരുന്നു. നാവികർ പരിഭ്രാന്തരായി ജീവനും കൊണ്ട് ഓടാൻ തുടങ്ങി. പലരും കടലിലേക്ക് ചാടി ആഴങ്ങളിലേക്ക് മുങ്ങിപ്പോയി. സിൻബാദ് പേടിച്ചു പോയെങ്കിലും അവന്റെ മനസ്സിൽ ഒരു നേർത്ത പ്രതീക്ഷയുണ്ടായിരുന്നു. അവൻ കരയിലേക്ക് ഓടി. കപ്പലിലേക്ക്, കപ്പലിലേക്ക് അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു. പക്ഷെ അവന്റെ ശബ്ദം ആ ഭീമാകാരമായ ജീവിയുടെ ഇളക്കത്തിൽ മുങ്ങിപ്പോയി. തിമിംഗലം പൂർണ്ണമായും കടലിലേക്ക് മുങ്ങാൻ തുടങ്ങി. മരങ്ങൾ വേരുകളോടെ പിഴുതെറിയപ്പെട്ടു. ശുദ്ധജലത്തിന്റെ ഉറവുകൾ കടൽ വെള്ളത്തിൽ മുങ്ങി. വെള്ളം ചുറ്റും നുരഞ്ഞു മുങ്ങി. ഒരു വലിയ ചുഴലിക്കാറ്റ് പോലെ കടൽ ഇളകിമറിഞ്ഞു. സിൻബാദ് ഒരു മരക്കൊമ്പിൽ പിടിച്ചു. പക്ഷേ ആ ജീവി കടലിലേക്ക് ആഴത്തിൽ മുങ്ങിപ്പോകാൻ തുടങ്ങി. അവന് പിടിച്ചിരുന്ന മരക്കൊമ്പും കടലിലേക്ക് ആഴ്ന്നു. കടൽ അവനെ വലിച്ചുകൊണ്ടുപോയി. അവന്റെ ശ്വാസം നിലയ്ക്കാൻ തുടങ്ങി. ചുറ്റും ഇരുട്ട്. തണുത്ത വെള്ളം അവന്റെ ശരീരത്തെ മരവിപ്പിച്ചു. ഇതാണോ തന്റെ അന്ത്യം? അവൻ ചിന്തിച്ചു. ആദ്യ യാത്രയിൽ തന്നെ എല്ലാം അവസാനിച്ചു. തന്റെ അമ്മയുടെയും പിതാവിൻ്റെയും വാക്കുകൾ അവന്റെ മനസ്സിലൂടെ കടന്നുപോയി. സമുദ്രം ഒരു സുഹൃത്തല്ല. പെട്ടെന്ന് അവന്റെ കൈകളിൽ ഒരു പലക തടഞ്ഞു. കപ്പലിൽ നിന്ന് വീണ ഒരു പലക കഷ്ണമായിരുന്നു അത്. അവൻ അതിൽ മുറുകെ പിടിച്ചു. തലയുയർത്തി നോക്കിയപ്പോൾ കപ്പൽ ദൂരെയായി പോകുന്നു. നാവികർ അവനെ കാണാതെ പോയെന്ന് അവൻ ഭയന്നു. അവൻ ഉറക്കെ വിളിച്ചു. പക്ഷെ അവന്റെ ശബ്ദം കടലിന്റെ അലർച്ചയിൽ മുങ്ങിപ്പോയി. അവന്റെ കപ്പലൊരു ചെറിയ പൊട്ടുപോലെ അകന്നുപോയി. ഒറ്റയ്ക്ക് വിശാലമായ കടലിൽ ചക്രവാളം മാത്രം കാണാം. സൂര്യാസ്തമനം അവന്റെ മുന്നിൽ ഒരു ചുവന്ന വര വരച്ചു. ഒറ്റപ്പെട്ടുപോയതിന്റെ ഭയം അവനെ ചുറ്റിപ്പിടിച്ചു. തണുപ്പും വിശപ്പും അവനെ തളർത്തി. ഓരോ തിരമാലയും അവനെ മരണമോർമ്മിപ്പിച്ചു. കടൽക്കാറ്റിൽ അവന്റെ ശരീരം വിറച്ചു. ദിവസങ്ങൾ കടന്നുപോയി. പലകയിൽ കിടന്ന് അവൻ ഒഴുകി നീങ്ങി. സൂര്യൻ അവനെ ചുട്ടുപൊള്ളിച്ചു. രാത്രിയിലെ തണുപ്പ് അവനെ മരവിട്ടിച്ചു. കടൽപക്ഷികൾ അവന്റെ ചുറ്റും വട്ടമിട്ട് പറന്നു, അവന്റെ കൂടെ യാത്ര ചെയ്യുന്നതുപോലെ.
ചില മീനുകൾ അവനടുത്ത് നീന്തി തുടിച്ചു. അവന് കൂട്ടായി. അവൻ അവയെ നോക്കി പുഞ്ചിരിച്ചു. ഒരു നേർത്ത പ്രതീക്ഷ അവന്റെ ഉള്ളിൽ വളർന്നു. ഒരു ദിവസം ദൂരെ ഒരു നിഴൽ കണ്ടു. ഒരു കറുത്ത കൂറ്റൻ പാറ. അതടുത്തെത്തിയപ്പോൾ അതൊരു ദ്വീപാണെന്ന് അവന് മനസ്സിലായി. അവന്റെ ഹൃദയം സന്തോഷം കൊണ്ട് തുടിച്ചു. രക്ഷപ്പെട്ടു. അവൻ കൈകാലിട്ടടിച്ച് ആ പാറദ്വീപിനടുത്തേക്ക് നീങ്ങി. ആ ദ്വീപ് ഒരു കൂറ്റൻ പാറയായിരുന്നു. ചെടികളോ മരങ്ങളോ ഇല്ല. പക്ഷേ ഒരു ചെറിയ ഗുഹ അവിടെയുണ്ടായിരുന്നു. അവൻ ആ പാറക്കെട്ടുകളിൽ സാഹസികമായി കയറി ഗുഹയിലെത്തി. ക്ഷീണിതനായി അവൻ അവിടെ കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ അവൻ ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങി. ചുറ്റും നോക്കി. കടലിൽ മീനുകൾ നീന്തുന്നത് കണ്ടു. അവൻ അവയെ പിടിച്ചു തിന്നു. പാറകളിലെ മഴവെള്ളം കുടിച്ച് ദാഹം മാറ്റി. ഒരു ദിവസം ഒരു വലിയ പക്ഷി ആകാശത്തിലൂടെ പറന്നുപോയി. അതൊരു കൂറ്റൻ പക്ഷിയായിരുന്നു. ഒരു റോക്ക് പക്ഷി. അതിൻ്റെ ചിറകുകൾ ഒരു കപ്പൽപ്പാലി പോലെ വലുതായിരുന്നു. അതിൻ്റെ കാലുകളിൽ ഒരു വലിയ പാമ്പ് ചുറ്റിവരിഞ്ഞിരിക്കുന്നു. സിൻബാദ് പേടിച്ചു വിറച്ചു. ഈ ദ്വീപ് സുരക്ഷിതമല്ല. ഇവിടെ നിന്ന് രക്ഷപ്പെടണം. പക്ഷെ എങ്ങനെ? ആ പാറക്കെട്ടുകൾക്ക് മുകളിൽ നിന്ന് കടലിലേക്ക് ചാടാൻ അവന് ധൈര്യമുണ്ടായില്ല. ഈ റോക്ക് പക്ഷിയുടെ ശക്തി അവനെ അത്ഭുതപ്പെടുത്തി. അവൻ ഗുഹയിലേക്ക് തിരികെ പോയി. ഭയത്തോടെ ആ രാത്രി കഴിച്ചുകൂട്ടി. ഓരോ നിമിഷവും അവനൊരു യുഗമായി തോന്നി. പിറ്റേന്നു രാവിലെ ആ റോക്ക് പക്ഷി വീണ്ടും വന്നു. അത് ദ്വീപിലിറങ്ങി. സിൻബാദ് ഒളിച്ചിരുന്നു നോക്കി. പക്ഷി ഒരു കൂറ്റൻ മുട്ടയിട്ടു. ഒരു പാറ പോലെ വലുതായ മുട്ട. മുട്ടയിൽ നിന്ന് നേർത്ത ചൂട് പുറത്തുവന്നു. സിൻബാദിന്റെ മനസ്സിൽ ഒരാശയം മിന്നിമറിഞ്ഞു. ഈ പക്ഷിയുടെ സഹായത്തോടെ അവന് രക്ഷപ്പെടാൻ സാധിക്കും. അവന്റെ ഉള്ളിൽ ധൈര്യം ഒരു മിന്നൽ പിണർ പോലെ കടന്നുപോയി. അവൻ പതിയെ പക്ഷിയുടെ അടുത്തേക്ക് നീങ്ങി. ഭയമുണ്ടായിരുന്നെങ്കിലും അതിജീവനത്തിനായുള്ള അവന്റെ ആഗ്രഹം അവനെ മുന്നോട്ട് നയിച്ചു. പക്ഷി അവനെ ശ്രദ്ധിച്ചില്ല. അതതിൻ്റെ മുട്ടയെ നോക്കി നിന്നു. അവൻ തൻ്റെ തലപ്പാവെടുത്ത് മുട്ടയുടെ അടുത്തേക്ക് ചെന്നു. മുട്ടയുടെ ഒരു ഭാഗം പൊട്ടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കയറിയിരുന്നു. എന്നിട്ട് തലപ്പാവ് ഉപയോഗിച്ച് മുട്ടയുടെ പൊട്ടിയ ഭാഗം അടച്ചു. പക്ഷിയുടെ ചിറകടി ശബ്ദം അവൻ്റെ ഹൃദയമിടിപ്പിനെ വർദ്ധിപ്പിച്ചു. പക്ഷി തിരിച്ചു വരുമ്പോൾ മുട്ടയും തന്നെയും ഒരുമിച്ച് കൊണ്ടുപോകും. ഇത് അപകടകരമായൊരു തീരുമാനമായിരുന്നു. പക്ഷെ രക്ഷപ്പെടാൻ വേറെ വഴിയില്ലായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ പക്ഷി തിരിച്ചെത്തി. അത് മുട്ടയെ തൻ്റെ കാലുകളിൽ എടുത്തു പറന്നുയർന്നു. സിൻബാദ് മുട്ടയുടെ ഉള്ളിലിരുന്നു പ്രാർത്ഥിച്ചു. പക്ഷിയുടെ ചിറകടി ശബ്ദം അവൻ്റെ കാതുകളിൽ മുഴങ്ങിക്കേട്ടു. മണിക്കൂറുകളോളം അവർ പറന്നു. പെട്ടെന്ന് പക്ഷി താഴേക്കിറങ്ങാൻ തുടങ്ങി. സിൻബാദ് പേടിച്ചു. എവിടെയാണത് ഇറങ്ങുന്നത്? അവൻ മുട്ടയുടെ ചെറിയ വിള്ളലിലൂടെ പുറത്തേക്ക് നോക്കി. ഒരു കൂറ്റൻ താഴ്വര. അതിൻ്റെ അടിയിൽ നിറഞ്ഞു തിളങ്ങുന്ന വജ്രക്കല്ലുകൾ. സൂര്യപ്രകാശത്തിൽ അവ മിന്നിത്തിളങ്ങി. പക്ഷി മുട്ടയെ താഴ്വരയിലെ ഒരു പാറയിൽ വെച്ചു. അതൊരു പാമ്പിനെ പിടിക്കാനായി പറന്നുപോയി. സിൻബാദ് മുട്ടയുടെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങി ചുറ്റും നോക്കി. ഒരു അത്ഭുത ലോകം. പക്ഷേ താഴ്വരയുടെ ഭിത്തികളിൽ കൂറ്റൻ പാമ്പുകൾ. അവ ഓരോ പാറക്കെട്ടുകളിലും ചുറ്റിവരിഞ്ഞു കിടക്കുന്നു. ചിലതവൻ്റെ അടുത്തേക്ക് ഇഴഞ്ഞു വരുന്നു. അവയുടെ നാവ് പുറത്തേക്ക് നീട്ടി. ചീറ്റുന്ന ശബ്ദം താഴ്വരയിൽ അലയടിച്ചു. അവൻ ഭയന്നു വിറച്ചു. ഇവിടെ നിന്ന് രക്ഷപ്പെടണം. പക്ഷേ എങ്ങനെ? ഈ താഴ്വരയിൽ നിന്ന് പുറത്തു കടക്കാൻ ഒരു വഴിയും കാണുന്നില്ല. റോക്ക് പക്ഷിയുടെ കൂടാരമായിരുന്നില്ല. ഇത് മറിച്ച് പാമ്പുകളുടെ ഒരു കൂട്ടമായിരുന്നു. പെട്ടെന്ന് ഒരു വലിയ കറുത്ത നിഴൽ അവൻ്റെ മുകളിലൂടെ പറന്നുപോയി. ഒരു റോക്ക് പക്ഷി. പക്ഷേ ഇത് മറ്റൊന്നായിരുന്നു. അതിൻ്റെ കണ്ണുകൾ ചുവന്ന തീക്കനലുകൾ പോലെ തിളങ്ങി. അതവൻ്റെ അടുത്തേക്ക് പറന്നെത്തി. അതിൻ്റെ കൂർത്ത നഖങ്ങൾ താഴേക്ക് നീട്ടി. സിൻബാദിൻ്റെ ഹൃദയം നിലച്ചു. എന്നെ പിടികൂടാൻ വന്നതാണോ? അതോ അവിടെ ആ താഴ്വരയുടെ ആഴങ്ങളിൽ മറ്റൊരു കൂറ്റൻ പാമ്പ് അവൻ്റെ നേർക്കിഴഞ്ഞെടുക്കുമുണ്ടായിരുന്നു. അതിൻ്റെ കണ്ണുകൾ ഇരുട്ടിൽ തീക്കനലുകൾ പോലെ തിളങ്ങി. ആ കൊടും താഴ്വര അവനെ എന്നേക്കുമായി വിഴുങ്ങാനൊരുങ്ങി. വജ്രത്താഴ്വരയിലെ കൊടും വേനലിൽ സിൻബാദ് വിയർത്തു. അവന്റെ കണ്ണുകൾ ഭയം കൊണ്ട് വികസിച്ചു. ഒരു വശത്ത് അവനെ റാഞ്ചാനൊരുങ്ങുന്ന റോക്ക് പക്ഷി, മറുവശത്ത് മരണത്തിന്റെ ദൂതനെപ്പോലെ ഇഴഞ്ഞെടുക്കുന്ന കൂറ്റൻ പാമ്പുകൾ. ചീറ്റൽ ശബ്ദവും ചിറകടിയും താഴ്വരയിൽ അലയടിക്കുന്ന കാറ്റിന്റെ മൂളലും അവന്റെ ഹൃദയമിടുപ്പ് കൂട്ടി. അവന്റെ അവസാന നിമിഷങ്ങളാണോ ഇത്? എന്നാൽ ആ റോക്ക് പക്ഷി അവനെ ആക്രമിക്കാൻ വന്നതായിരുന്നില്ല. അതൊരു കൂറ്റൻ മാംസക്കഷണം കൊത്തിയെടുത്ത് ആകാശത്തേക്കുയർന്നുപോയി. സിൻബാദ് അത്ഭുതത്തോടെ നോക്കി. അതിൻ്റെ കാലുകളിൽ ഒരു വലിയ വജ്രം തിളങ്ങുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് അവൻ്റെ ശ്രദ്ധ താഴ്വരയുടെ മുകളിലേക്ക് പാഞ്ഞത്. ദൂരെ പാറക്കെട്ടുകൾക്ക് മുകളിൽ ചില മനുഷ്യരൂപങ്ങൾ.
അവർ താഴേക്ക് വലിയ മാംസകഷണങ്ങൾ വലിച്ചെറിയുന്നു. അവയിൽ പലതിലും വജ്രക്കല്ലുകൾ ഒട്ടിപ്പിടിച്ചിരുന്നു. താഴ്വരയിൽ നിന്ന് പാമ്പുകൾ ആ മാംസകഷണങ്ങൾ ഭക്ഷിക്കാൻ കൂട്ടമായി എത്തി. മാംസത്തിൽ പറ്റിപ്പിടിച്ച വജ്രങ്ങൾ പിന്നീട് പറന്നെത്തുന്ന റോക്ക് പക്ഷികൾ കൊത്തിയെടുത്ത് കൂട്ടിലേക്ക് കൊണ്ടുപോകും. കൂടുകളിൽ നിന്ന് വജ്രങ്ങൾ ശേഖരിക്കുകയാണ് ആ മനുഷ്യരുടെ ലക്ഷ്യം. സിന്ദ്ബാദിന് കാര്യം മനസ്സിലായി. ഈ താഴ്വരയിൽ വജ്രങ്ങൾ നിറഞ്ഞുകിടക്കുകയാണ്. പക്ഷെ പാമ്പുകൾ ഒരു വലിയ ഭീഷണിയാണ്. ആ റോക്ക് പക്ഷികളാണ് യഥാർത്ഥത്തിൽ അവരെ ഈ താഴ്വരയിൽ നിന്ന് വജ്രങ്ങൾ കൊണ്ടുപോകാൻ സഹായിക്കുന്നത്. ഇത് മനുഷ്യന്റെ അത്യാഗ്രഹത്തിന്റെ ഒരു പുതിയ മുഖം അവന് കാണിച്ചുകൊടുത്തു. അവന്റെ മനസ്സിൽ ഒരു പുതിയ ആശയം മിന്നിമറഞ്ഞു. ഈ റോക്ക് പക്ഷികളുടെ സഹായത്തോടെ അവന് രക്ഷപ്പെടാൻ സാധിക്കും. അവന്റെ ഉള്ളിൽ ഒരു പുതിയ ധൈര്യം ജനിച്ചു. പാമ്പുകളെ ഒഴിവാക്കി അവനൊരു വലിയ മാംസകഷണത്തിനടുത്തേക്ക് ഇഴഞ്ഞു നീങ്ങി. അതിൽ നിറയെ വജ്രക്കല്ലുകൾ. അവൻ വേഗത്തിൽ ആ മാംസകഷണത്തിനടിയിലേക്ക് ഒളിച്ചു. മാംസത്തിന്റെ രൂക്ഷഗന്ധം അവനെ മനം പിരട്ടിച്ചെങ്കിലും അതിജീവനത്തിനായുള്ള അവന്റെ ആഗ്രഹം അതിനെ അതിജീവിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ ആകാശത്ത് വീണ്ടും ഒരു നിഴൽ കണ്ടു. മറ്റൊരു റോക്ക് പക്ഷി. അത് താഴ്വരയിലേക്ക് പറന്നെത്തി. മാംസകഷണത്തെ അതിന്റെ കൂർത്ത നഖങ്ങളിൽ കൊത്തിയെടുത്തു. സിന്ദ്ബാദ് മാംസകഷണത്തിനടിയിൽ ഒളിച്ചിരുന്ന് പ്രാർത്ഥിച്ചു. പക്ഷി പറന്നുയർന്നു. കാറ്റിന്റെ ശബ്ദം അവന്റെ കാതുകളിൽ മുഴങ്ങി. ആകാശത്തിലൂടെയുള്ള ഒരു അത്ഭുതകരമായ യാത്ര. പക്ഷി പറന്നുപോയത് താഴ്വരയ്ക്ക് പുറത്തുള്ള ഒരു വിജനമായ സ്ഥലത്തേക്കാണ്. അവിടെ ധാരാളം മനുഷ്യർ തമ്പടിച്ചിരിക്കുന്നു. വജ്രങ്ങൾ ശേഖരിക്കാൻ വന്ന വ്യാപാരികളായിരുന്നു അവർ. റോക്ക് പക്ഷികൾ കൊത്തിക്കൊണ്ടുവരുന്ന മാംസകഷണങ്ങളിൽ നിന്ന് വജ്രങ്ങൾ വേർതിരിച്ചെടുക്കുന്ന തിരക്കിലായിരുന്നു അവർ. സിന്ദ്ബാദിനെ താങ്ങിപ്പറന്ന പക്ഷി മാംസകഷണം അവിടെ ഉപേക്ഷിച്ചു പറന്നുപോയി. പതുക്കെ മാംസത്തിനടിയിൽ നിന്ന് സിന്ദ്ബാദ് പുറത്തുവന്നു. അവന്റെ ശരീരം വേദനിച്ചു. അവന്റെ വസ്ത്രങ്ങൾ കീറിപ്പറിഞ്ഞിരുന്നു. അവൻ തലയുയർത്തി നോക്കിയപ്പോൾ എല്ലാവരും അവനെ അത്ഭുതത്തോടെ നോക്കുന്നു. അവരുടെ മുഖത്ത് ഭയവും അതിശയവും ഒരുമിച്ചുണ്ടായിരുന്നു. അവിടെ ഒരു മനുഷ്യൻ താഴ്വരയിൽ നിന്ന്, "എങ്ങനെ?" സിന്ദ്ബാദ് അവരെ നോക്കി പുഞ്ചിരിച്ചു. "ഞാൻ സിന്ദ്ബാദ്. എന്റെ കപ്പൽ ഛേദത്തിൽപ്പെട്ട് ഞാൻ ഈ താഴ്വരയിലെത്തി." അവർക്കവന്റെ വാക്കുകൾ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ജീവനോടെ ഒരാൾ ആ താഴ്വരയിൽ നിന്ന് പുറത്തുവരുന്നത് അവർ ആദ്യമായി കാണുകയായിരുന്നു. സിന്ധുബാദ് തന്റെ കഥയവരോട് പറഞ്ഞു. കടലിലെ ഭീമാകാരമായ തിമിംഗലത്തെക്കുറിച്ചും റോക്ക് പക്ഷിയുടെ മുട്ടയിൽ ഒളിച്ചിരുന്ന് രക്ഷപ്പെട്ടതിനെക്കുറിച്ചുമെല്ലാം അവൻ വർണ്ണിച്ചു. അവന്റെ കഥ കേട്ട് അവർ അത്ഭുതസ്തബ്ധരായി. അവരിലൊരാൾ, ഒരു പ്രായം ചെന്ന വ്യാപാരി, അവനോട് ദയ കാണിച്ചു. "വരൂ സിന്ധുബാദ്, നീ ക്ഷീണിതനാണ്, ഭക്ഷണം കഴിക്കൂ." അയാൾ അവന് വെള്ളവും ഭക്ഷണവും നൽകി. സിന്ധുബാദ് വിശപ്പടക്കി ഭക്ഷണം കഴിച്ചു. "നിങ്ങൾക്കെങ്ങനെ ഈ താഴ്വരയെക്കുറിച്ച് അറിയാമെന്ന്?" സിന്ധുബാദ് ചോദിച്ചു. "ഞങ്ങൾ വർഷങ്ങളായി ഇവിടെ വജ്രങ്ങൾ ശേഖരിക്കാൻ വരുന്നു." വ്യാപാരി പറഞ്ഞു. "ഈ റോക്ക് പക്ഷികളെ ഉപയോഗിച്ചു വജ്രങ്ങൾ ശേഖരിക്കുക എന്നതാണ് ഞങ്ങളുടെ രീതി. ആർക്കും ആ താഴ്വരയിലേക്ക് ഇറങ്ങാൻ കഴിയില്ല. പാമ്പുകൾ അത്രയധികം അപകടകാരികളാണ്." സിന്ധുബാദ് തന്റെ കയ്യിൽ നിന്ന് ചില വജ്രങ്ങളെടുത്ത് ആ വ്യാപാരിക്ക് നൽകി. "ഇത് എന്റെ നന്ദി." വ്യാപാരി അത് സന്തോഷത്തോടെ സ്വീകരിച്ചു. സിന്ധുബാദിനെ അവർ തങ്ങളുടെ കൂടെ കൂട്ടി. അവരുടെ യാത്രാസംഘത്തോടൊപ്പം സിന്ധുബാദും യാത്ര തുടർന്നു. കുന്നുകളും താഴ്വരകളും കടന്ന് മരുഭൂമിയിലൂടെ അവർ നടന്നു. ദിവസങ്ങൾ കടന്നുപോയി. യാത്രക്കിടയിൽ സിന്ധുബാദ് പുതിയ കാര്യങ്ങൾ പഠിച്ചു. കച്ചവടത്തിന്റെ തന്ത്രങ്ങളും മരുഭൂമിയിലെ അതിജീവന രീതികളും. യാത്രക്കിടയിൽ വ്യാപാരികൾക്കിടയിൽ വജ്രത്തെ ചൊല്ലി വഴക്കു തുടങ്ങി. ഓരോരുത്തർക്കും കൂടുതൽ വജ്രങ്ങൾ വേണം. അത്യാഗ്രഹം അവരുടെ കണ്ണുകളെ മറച്ചു. സിന്ധുബാദിന്റെ കൈവശമുള്ള വജ്രങ്ങളെക്കുറിച്ച് അറിഞ്ഞപ്പോൾ ചില വ്യാപാരികൾ അവനെ സംശയത്തോടെ നോക്കി. അവന്റെ കയ്യിൽ ഇത്രയധികം വജ്രങ്ങൾ എങ്ങനെ വന്നു എന്നവർ അത്ഭുതപ്പെട്ടു. "നിനക്ക് മാത്രം എങ്ങനെ ഇത്രയധികം വജ്രങ്ങൾ ലഭിച്ചു?" ഒരു വ്യാപാരി ചോദിച്ചു. "ഞാൻ ജീവൻ പണയം വെച്ചാണ് അവ നേടിയത്," സിൻബാദ് മറുപടി നൽകി. പക്ഷേ അവർക്കവന്റെ വാക്കുകൾ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവരുടെ കണ്ണുകളിൽ അത്യാഗ്രഹത്തിന്റെ തീവ്രത വർദ്ധിച്ചു. രാത്രികളിൽ അവർ അവനെ ഒറ്റപ്പെടുത്തി സംസാരിച്ചു. അവന്റെ വജ്രങ്ങൾ തട്ടിയെടുക്കാൻ അവർ പദ്ധതിയിടുന്നതായി അവന് തോന്നി. സിൻബാദ് ഭയന്നു. ഈ ആളുകൾ തന്റെ കപ്പലിലെ നാവികരെ പോലെയാണ്. അത്യാഗ്രഹം അവരെ ക്രൂരരാക്കും. അവർ ഒരു കപ്പൽ കണ്ടെത്തി യാത്ര തുടർന്നു. കപ്പലിൽ കൂടുതൽ വ്യാപാരികളുണ്ടായിരുന്നു. എല്ലാവരും സമ്പത്തിനായി ഓടുന്നവർ.
കടലിൽ വെച്ച് അവരുടെ അത്യാഗ്രഹം മൂർച്ഛിച്ചു. ചെറിയ കാര്യങ്ങൾക്ക് പോലും അവർ പരസ്പരം വഴക്കിട്ടു. കപ്പലിൽ ഒരു പ്രത്യേകതരം സ്വർണ്ണക്കട്ടി ഉണ്ടായിരുന്നതും ഈ തർക്കങ്ങൾക്ക് കാരണമായി. അതെനിക്കുള്ളതാണ്, ഒരാൾ വിളിച്ചു പറഞ്ഞു. അല്ല, എനിക്കാണ് കൂടുതൽ ഓഹരി, മറ്റൊരാൾ വാദിച്ചു. വാക്കേറ്റം കയ്യാങ്കളിയിലേക്ക് നീണ്ടു. കപ്പലിന്റെ ക്യാപ്റ്റൻ പോലും അവരെ നിയന്ത്രിക്കാൻ പാടുപെട്ടു. സിൻബാദ് ഇതെല്ലാം നോക്കി നിന്നു. സമ്പത്ത് മനുഷ്യനെ എങ്ങനെ മാറ്റുന്നുവെന്ന് അവൻ കണ്ടു. അവന്റെ ആദ്യ യാത്രയിലെ കപ്പൽ ഛേദത്തിന് കാരണം പ്രകൃതിയുടെ ശക്തിയായിരുന്നുവെങ്കിൽ ഈ കപ്പലിലെ പ്രശ്നങ്ങൾക്ക് കാരണം മനുഷ്യന്റെ ദുരാഗ്രഹമായിരുന്നു. അവരുടെ കപ്പൽ മുന്നോട്ടു നീങ്ങുമ്പോൾ ആകാശത്തിൽ ഇരുണ്ട മേഘങ്ങൾ ഉരുണ്ടുകൂടി. കടൽ പ്രക്ഷുബ്ധമായി. ശക്തമായ കാറ്റ് വീശിയടിച്ചു. കടൽ തിരമാലകൾ കപ്പലിന്റെ മുകളിലേക്ക് ആഞ്ഞടിച്ചു. ഒരു കൊടുങ്കാറ്റ് വരുന്നു. നാവികർ ഭയന്നു. കപ്പലിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഒരാൾ നിലവിളിച്ചു. ഇത് ഞങ്ങളുടെ പാപങ്ങളുടെ ഫലമാണ്, മറ്റൊരു വ്യാപാരി കരഞ്ഞു പറഞ്ഞു. കപ്പൽ നിയന്ത്രണം വിട്ട് ഒഴുകി. മിന്നൽ പിണരുകൾ ആകാശത്ത് വെട്ടിത്തിളങ്ങി. ഇടിനാദം കടലിനെ വിറപ്പിച്ചു. കപ്പൽ ഒരു ചെറിയ കളിപ്പാട്ടം പോലെ തിരമാലകളിൽ ആടിയുലഞ്ഞു. സിൻബാദ് കപ്പലിന്റെ തൂണിൽ മുറുകെ പിടിച്ചു. ചുറ്റും നിലവിളികളും പ്രാർത്ഥനകളും. ഒരു വലിയ തിരമാല കപ്പലിന്റെ മുകളിലേക്ക് ആഞ്ഞടിച്ചു. കപ്പൽ രണ്ടായി പിളർന്നു. എല്ലാവരും കടലിലേക്ക് വലിച്ചെറിയപ്പെട്ടു. സിൻബാദ് വീണ്ടും കടലിൽ ഒറ്റപ്പെട്ടു. അവന്റെ കയ്യിൽ ഒരു മരപ്പലകയുണ്ടായിരുന്നു. അവൻ അതിൽ മുറുകെ പിടിച്ചു. തണുത്ത വെള്ളം അവന്റെ ശരീരത്തെ തളർത്തി. ഈ കടൽ എത്ര ക്രൂരനാണ്! അവനെ എത്ര തവണയാണ് മരണത്തിന്റെ വായിലേക്ക് തള്ളിവിട്ടത്! പക്ഷേ അവന്റെ ഉള്ളിലെ സാഹസികതയുടെ തീ അണഞ്ഞിരുന്നില്ല. അവൻ ജീവനുവേണ്ടി പൊരുതി. ദൂരേക്ക് നോക്കിയപ്പോൾ ഒരു ദ്വീപിന്റെ നിഴൽ അവന് കാണാൻ കഴിഞ്ഞു. അവന്റെ കയ്യിൽ ഒരു മരപ്പലക മാത്രം. വിശാലമായ കടലിൽ അവൻ വീണ്ടും ഒറ്റപ്പെട്ടു. അവന്റെ ചുറ്റും അലറി വിളിക്കുന്ന തിരമാലകളും തലയ്ക്ക് മുകളിൽ പേടിപ്പെടുത്തുന്ന ആകാശവും. അതോർത്ത് സിൻബാദ് ഉറക്കെ ചിരിച്ചു. എന്നാൽ ആ ചിരി അധികനേരം നീണ്ടില്ല. കാരണം ആ ദ്വീപിന്റെ കരയിൽ ഭീമാകാരമായ ചില രൂപങ്ങൾ അവനെ ഉറ്റുനോക്കുന്നുണ്ടായിരുന്നു. അവയുടെ കണ്ണുകൾ ഇരുട്ടിൽ ചുവന്ന് തിളങ്ങുകയായിരുന്നു. ഒരുതരം ഭീകരമായ ഗന്ധം കാറ്റിൽ ഒഴുകി വരുന്നുണ്ടായിരുന്നു. ആ രൂപങ്ങൾ അവനെ വളഞ്ഞു. അവരുടെ ശരീരത്തിൽ വിചിത്രമായ ചിത്രപ്പണികൾ, തലയിൽ പക്ഷിച്ചിറകുകൾ, നീളമുള്ള കൂർത്ത ആയുധങ്ങൾ അവരുടെ കൈകളിൽ. അവരുടെ കണ്ണുകളിൽ ഒരുതരം പ്രാകൃതഭാവം. അതൊരു മനുഷ്യന്റെ കണ്ണുകളായിരുന്നില്ല. മൃഗങ്ങളെപ്പോലെ ഇരയെ കാത്തിരിക്കുന്ന ഒരുതരം തീവ്രത അതിൽ നിറഞ്ഞിരുന്നു. അവരുടെ ശരീരം ആദിമഗന്ധം പുറത്തുവിട്ടു. വിയൽപ്പിന്റെയും വനത്തിന്റെ പച്ചമണത്തിന്റെയും രക്തത്തിന്റെയും ഒരു സമ്മിശ്രഗന്ധം. സിൻബാദിനെ അവർ കൈകളിൽ താങ്ങിയെടുത്തു. ഒരു വലിയ കൂടാരത്തിനകത്തേക്ക് കൊണ്ടുപോയി. അവിടെ കപ്പൽ ഛേദത്തിൽപ്പെട്ട മറ്റു ചിലരെയും അവൻ കണ്ടു. അവരും ഭയന്നു വിറച്ച് നിസ്സഹായരായിരിക്കുന്നു. അവരുടെ കണ്ണുകളിൽ മരണഭയം നിഴലിച്ചിരുന്നു. സിൻബാദിന് മനസ്സിലായി, ഇത് വെറുമൊരു ഗോത്രമല്ല, നരഭോജികളുടെ ദ്വീപാണിത്. അവന്റെ മനസ്സിൽ മരണമൊരു ഭീകരരൂപിയായി കടന്നുവന്നു. കൂടാരത്തിനകത്ത് പച്ചവിറകുകൾ കത്തിച്ച പുക നിറഞ്ഞുനിന്നു. ചുമരുകളിൽ ഉണക്കിയ മനുഷ്യന്റെ അസ്ഥികൂടങ്ങൾ തൂങ്ങിക്കിടന്നു. നിലത്ത് അശുദ്ധമായ രക്തക്കറകൾ. കൂടാരത്തിന്റെ നടുവിൽ തീക്കനലുകൾക്ക് ചുറ്റും നരഭോജികൾ നൃത്തം ചെയ്യുന്നു. അവരുടെ ശരീരം ആടിയുലഞ്ഞു. അവർ ഒരുതരം പ്രാകൃതഗാനം ഉറക്കെ പാടി. ആ ശബ്ദം സിൻബാദിന്റെ നെഞ്ചിൽ ഒരു വലിയ പാറ വീണതുപോലെ ഭാരം ചെലുത്തി. നരഭോജികളുടെ തലവൻ ഒരു ഭീമാകാരനായ മനുഷ്യൻ. അവന്റെ കണ്ണുകൾ തീവ്രമായിരുന്നു. അവന്റെ മുഖത്ത് ആഴത്തിലുള്ള മുറിപ്പാടുകൾ. അവന്റെ കൈകളിൽ ഒരു കൂർത്ത എല്ലിൻ കഷ്ണം. അവൻ സിൻബാദിനെയും കൂട്ടരെയും നോക്കി ക്രൂരമായി ചിരിച്ചു. അവന്റെ ചിരിയിൽ ഒരുതരം മൃഗീയതയുണ്ടായിരുന്നു. അവർ സിൻബാദിനും കൂട്ടർക്കും ധാരാളം ഭക്ഷണം നൽകാൻ തുടങ്ങി. മാംസവും കാട്ടുകിഴങ്ങുകളും മധുരമുള്ള ഫലങ്ങളും. ക്ഷീണിതരായവർ വിശപ്പടക്കാൻ ഭക്ഷണം കഴിച്ചു. എന്നാൽ സിൻബാദിന്റെ മനസ്സിൽ ഒരു ഭയം നിറഞ്ഞു. എന്തിനാണ് ഇവർ ഇത്രയധികം ഭക്ഷണം നൽകുന്നത്? ഒരു പഴയ വ്യാപാരി അവരിലൊരാൾ സിൻബാദിനടുത്ത് വന്ന് പതിയെ പറഞ്ഞു, സിൻബാദ്, ഈ ആളുകൾ നമ്മളെ കൊല്ലാൻ പോവുകയാണ്. അവർ നമ്മളെ തടിപ്പിച്ച് മാംസം വർദ്ധിപ്പിച്ച് ഉത്സവത്തിന് ബലിയർപ്പിക്കാൻ പോവുകയാണ്. ആ വാക്കുകൾ സിൻബാദിന് നെഞ്ചിൽ ഒരു കൊടുമിന്നൽ പോലെ പതിച്ചു. അവന്റെ ഹൃദയം നിലച്ചുപോയതുപോലെ അവൻ ഭയന്നു വിറച്ചു. ഇല്ല, ഇത് സത്യമാകരുത്. ഇത് സത്യമാണ്. വ്യാപാരിയുടെ കണ്ണുകൾ നിസ്സഹായതയിൽ നിറഞ്ഞു.
എൻ്റെ സുഹൃത്തുക്കൾ പലരും ഈ ദ്വീപിൽ വെച്ച് മരണപ്പെട്ടു. ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല. സിൻബാദ് ചുറ്റും നോക്കി. എല്ലാവരും നിസ്സഹായരായിരിക്കുന്നു. ഭയം അവരുടെ കണ്ണുകളിൽ നിറഞ്ഞു. പക്ഷേ സിൻബാദിൻ്റെ ഉള്ളിൽ ഒരു പുതിയ വെളിച്ചം മിന്നിമറഞ്ഞു. തനിക്ക് രക്ഷപ്പെടണം. ഈ മരണത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടണം. അവൻ ഭക്ഷണം കഴിക്കാൻ വിഷമിച്ചു. നരഭോജികൾ അവനെ നിർബന്ധിച്ചു. എന്നാൽ സിൻബാദ് ഭക്ഷണം നിരസിച്ചു. അവൻ മെലിഞ്ഞുണങ്ങി. അവൻ്റെ ശരീരം ദുർബലമായി. മറ്റു തടവുകാർ ഭക്ഷണം കഴിച്ച് തടിച്ചു വരികയായിരുന്നു. ഓരോ ദിവസവും അവർ മെലിഞ്ഞുണങ്ങുന്ന സിൻബാദിനെ അത്ഭുതത്തോടെ നോക്കി. നരഭോജികളുടെ തലവൻ സിൻബാദിനെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അവൻ ഭക്ഷണം കഴിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് തലവന് മനസ്സിലായില്ല. അവൻ്റെ കൂട്ടത്തിലെ മറ്റുള്ളവർ തടിച്ചു വരുമ്പോൾ സിൻബാദ് മെലിഞ്ഞുണങ്ങി എല്ലും തോലുമാകുന്നു. നരഭോജികൾക്ക് കൊഴുത്ത മാംസമാണിഷ്ടം. മെലിഞ്ഞ ശരീരം അവർക്ക് താൽപ്പര്യമില്ലായിരുന്നു. ദിവസങ്ങൾ കടന്നുപോയപ്പോൾ സിൻബാദ് പൂർണ്ണമായും മെലിഞ്ഞുണങ്ങി. അവൻ്റെ കണ്ണുകൾ കുഴിഞ്ഞുപോയിരുന്നു. നരഭോജികൾ അവനെ അവഗണിക്കാൻ തുടങ്ങി. അവൻ മരിച്ചതുപോലെ തോന്നിച്ചു. ഒരു രാത്രി നരഭോജികൾ ഉറങ്ങിക്കിടക്കുമ്പോൾ സിൻബാദ് പതുക്കെ എഴുന്നേറ്റു. അവൻ്റെ ശരീരം ദുർബലമായിരുന്നെങ്കിലും അവൻ്റെ മനസ്സിൽ അതിജീവനത്തിനായുള്ള തീവ്രമായ ആഗ്രഹം നിറഞ്ഞു നിന്നു. അവൻ പതുക്കെ കൂടാരത്തിന് പുറത്തേക്ക് നടന്നു. കാടിൻ്റെ നിശബ്ദതയിൽ ഒരുതരം ഭീകരത ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. രാത്രിയിലെ പക്ഷികളുടെ കരച്ചിലും കാടിൻ്റെ മൂളലും അവനെ പേടിപ്പെടുത്തി. അവൻ ഇരുട്ടിലൂടെ നടന്നു, കാടിൻ്റെ ആഴങ്ങളിലേക്ക്. എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അവൻ അറിയില്ലായിരുന്നു. പക്ഷേ ഈ മരണത്തിൽ നിന്ന് രക്ഷപ്പെടണം. അവൻ മരങ്ങൾക്കിടയിലൂടെ ഓടി. അവൻ്റെ കാലുകൾക്ക് വേദനിച്ചു. ശരീരത്തിൽ മുള്ളുകൾ കുത്തിക്കയറി. ഒരു വലിയ മരത്തിൻ്റെ ചുവട്ടിൽ അവൻ ഒളിച്ചിരുന്നു. നരഭോജികൾ തന്നെ പിന്തുടർന്നു വരില്ല എന്നവൻ പ്രാർത്ഥിച്ചു. രാത്രിയുടെ നിശബ്ദതയിൽ ഒരു നേർത്ത ഒഴുക്കിൻ്റെ ശബ്ദം അവൻ്റെ കാതുകളിൽ പതിച്ചു. വെള്ളത്തിൻ്റെ ശബ്ദം. അവൻ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നടന്നു. ഒരു ചെറിയ നദി. അത് കാടിന്റെ ആഴങ്ങളിലൂടെ ഒഴുകി നീങ്ങുന്നു. നദിയിലെ വെള്ളം തണുത്തതായിരുന്നു. അവൻ കുനിഞ്ഞു വെള്ളം കുടിച്ചു. അവന്റെ ദാഹം ശമിച്ചു. നദി എവിടേക്കാണ് ഒഴുകുന്നതെന്ന് അവൻ അറിയില്ലായിരുന്നു. പക്ഷെ ഈ നദി അവനെ ഒരുപക്ഷെ ഈ ദ്വീപിൽ നിന്ന് രക്ഷപ്പെടുത്തും. അവൻ നദിയിലൂടെ നടന്നു തുടങ്ങി. വെള്ളം അവന്റെ കാൽമുട്ട് വരെ എത്തി. തണുത്ത വെള്ളം അവന്റെ ശരീരത്തിനൊരു ഉണർവ് നൽകി. നദി ഒരു വലിയ പാറക്കെട്ടിനടുത്തെത്തി അവസാനിച്ചു. അവിടെ ഒരു ഗുഹയുടെ വാതിൽ. നദി ആ ഗുഹയുടെ ഉള്ളിലേക്ക് ഒഴുകുന്നു. ഗുഹയുടെ ഉള്ളിൽ ഇരുട്ടായിരുന്നു. ഒരുതരം തണുത്ത കാറ്റ് ഗുഹയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നു. ഒരുപക്ഷെ ഈ ഗുഹ അവനെ ഈ ദ്വീപിൽ നിന്ന് രക്ഷപ്പെടുത്തും. അവൻ ഗുഹയുടെ ഉള്ളിലേക്ക് നോക്കി. ഇരുട്ട് മാത്രം. അകത്തേക്ക് പോകാൻ അവനൊരു പേടി തോന്നി. ഈ ഗുഹ എവിടെയാണ് അവസാനിക്കുന്നത്? ഇതിന്റെ ഉള്ളിൽ എന്തുണ്ട്? നരഭോജികളുടെ ദ്വീപിൽ നിന്ന് രക്ഷപ്പെടാൻ ഇതുമാത്രമാണ് ഏകമാർഗം. അവൻ ധൈര്യം സംഭരിച്ച് ഗുഹയുടെ ഉള്ളിലേക്ക് കാലെടുത്തുവെച്ചു. നദിയിലൂടെ അവൻ നടന്നു നീങ്ങി. ഗുഹയുടെ ഉള്ളിൽ നിന്ന് വിചിത്രമായ ശബ്ദങ്ങൾ കേട്ടു. വെള്ളമൊഴുകുന്നതിൻ്റെയും പാറകളിൽ തട്ടുന്നതിൻ്റെയും ശബ്ദം. അവൻ എത്ര ദൂരം നടന്നെന്നവനറിയില്ല. ഗുഹയുടെ ഭിത്തികളിൽ അവൻ്റെ വിരലുകൾ തടവി. തണുത്ത ഈർപ്പമുള്ള പാറകൾ. അവൻ്റെ ഓരോ ചുവടുകളും ഭയത്താൽ വിറച്ചു. പ്രതീക്ഷയുടെ നേർത്ത കിരണം മാത്രമായിരുന്നു അവൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. ഒരുപാട് ദൂരം നടന്നതിനു ശേഷം ഗുഹയുടെ അറ്റത്തൊരു വലിയ ഇരുണ്ട വാതിൽ അവന് കാണാൻ കഴിഞ്ഞു. അതൊരു പാറയിൽ കൊത്തിയെടുത്ത വാതിലായിരുന്നു. അതിൽ വിചിത്രമായ ചിത്രപ്പണികൾ. അതെങ്ങോട്ടാണ് തുറക്കുന്നത്? ഈ ഗുഹ എവിടെയാണ് അവസാനിക്കുന്നത്? ഈ വാതിലിനപ്പുറം എന്തുണ്ട്? നരഭോജികളുടെ ദ്വീപിൽ നിന്ന് രക്ഷപ്പെടാൻ ഇതുമാത്രമാണ് ഏകമാർഗം. അവൻ ധൈര്യം സംഭരിച്ച് ഗുഹയുടെ ഉള്ളിലേക്ക് കാലെടുത്തുവെച്ചു. നദിയിലൂടെ അവൻ നടന്നു നീങ്ങി. ഗുഹയുടെ ഉള്ളിൽ നിന്ന് വിചിത്രമായ ശബ്ദങ്ങൾ കേട്ടു. വെള്ളമൊഴുകുന്നതിൻ്റെയും പാറകളിൽ തട്ടുന്നതിൻ്റെയും ശബ്ദം. അവൻ എത്ര ദൂരം നടന്നെന്നവൻ അറിയില്ല. ഗുഹയുടെ ഭിത്തികളിൽ അവൻ്റെ വിരലുകൾ തടവി. തണുത്ത ഈർപ്പമുള്ള പാറകൾ. അവൻ്റെ ഓരോ ചുവടുകളും ഭയത്താൽ വിറച്ചു. പ്രതീക്ഷയുടെ നേർത്ത കിരണം മാത്രമായിരുന്നു അവൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. ഒരുപാട് ദൂരം നടന്നതിനു ശേഷം ഗുഹയുടെ അറ്റത്തൊരു വലിയ ഇരുണ്ട വാതിൽ അവന് കാണാൻ കഴിഞ്ഞു. അതൊരു പാറയിൽ കൊത്തിയെടുത്ത വാതിലായിരുന്നു. അതിൽ വിചിത്രമായ ചിത്രപ്പണികൾ. അതെങ്ങോട്ടാണ് തുറക്കുന്നത്? ഈ ഗുഹ എവിടെയാണ് അവസാനിക്കുന്നത്? ഈ വാതിലിനപ്പുറം എന്തുണ്ട്? സിന്ധുബാദ് വാതിലിൽ കൈവച്ചു. തണുത്ത പാറ. ഒരുതരം കമ്പനം അവൻ്റെ കൈകളിലേക്ക് പടർന്നു. വാതിലിൻ്റെ മറവിൽ നിന്ന് നേർത്ത വെളിച്ചം പുറത്തേക്ക് വരുന്നത് അവൻ കണ്ടു. അതൊരു പുതിയ ലോകത്തിലേക്കുള്ള വാതിലായിരുന്നോ, അതോ മറ്റൊരു അപകടത്തിലേക്കോ? വാതിൽ തുറന്നപ്പോൾ സിന്ധുബാദിൻ്റെ കണ്ണുകൾ അത്ഭുതം കൊണ്ട് വിടർന്നു. അതൊരു പുതിയ ലോകമായിരുന്നു. പാറക്കെട്ടുകൾക്ക് താഴെ വിശാലമായൊരു ഗുഹ. അതിലൂടെ അവൻ പിന്തുടർന്നു വന്ന നദി ഒഴുകി നീങ്ങുന്നു. എന്നാൽ ഈ നദി സാധാരണമായിരുന്നില്ല. അതിൻ്റെ തീരങ്ങളിൽ തിളങ്ങുന്ന സ്വർണ്ണക്കട്ടികളും രത്നക്കല്ലുകളും ചിതറിക്കിടക്കുന്നു. വെള്ളത്തിനടിയിൽ പോലും വജ്രക്കല്ലുകൾ തിളങ്ങുന്നുണ്ടായിരുന്നു. ഒരു നിധിശേഖരം. നദിയിലെ വെള്ളത്തിന് നേർത്തൊരു മഞ്ഞ നിറം. അത് സ്വർണത്തിൻ്റെ അംശം കലർന്നതായിരുന്നു.
ഗുഹയുടെ മുകളിൽ വെളിച്ചത്തിന്റെ ഒരു നേർത്ത കീറ് താഴേക്ക് പതിക്കുന്നു. ആ പ്രകാശത്തിൽ സ്വർണവും രത്നങ്ങളും മിന്നിത്തിളങ്ങി. സിന്ധുബാദ് അത്ഭുതത്തോടെ കൈകൾ കൂപ്പി നിന്നു. ഇതവന്റെ യാത്രയിലെ ഏറ്റവും വലിയ നിധിശേഖരമായിരുന്നു. ഇത് വിശ്വസിക്കാൻ കഴിയുന്നില്ല, അവൻ സ്വയം പറഞ്ഞു. ഇത്രയും സമ്പത്തൊരിടത്ത്? അവന്റെ കയ്യിൽ ഒരു വലിയ പട്ടുതുണി പിടായിരുന്നു. അവൻ ധൃതിയിൽ സ്വർണ്ണക്കട്ടികളും വലിയ വജ്രങ്ങളും മരതകക്കല്ലുകളും ആ തുണിയിൽ ശേഖരിച്ചു. അത്യാഗ്രഹിയാകാതെ അവനെ അത്യാവശ്യമുള്ളത്ര മാത്രം എടുത്തു. കാരണം അവന്റെ മുൻയാത്രകൾ അവനൊരു പാഠം പഠിപ്പിച്ചിരുന്നു. അത്യാഗ്രഹം നാശത്തിലേക്ക് നയിക്കും. ഭാരം കുറവായതിനാൽ അവൻ വേഗത്തിൽ നടന്നു. നദി കൂടുതൽ ദൂരത്തേക്ക് ഒഴുകി നീങ്ങുന്നുണ്ടായിരുന്നു. ഒടുവിൽ ഗുഹയുടെ അറ്റം കണ്ടു. വെളിച്ചം അവിടെ ശക്തി പ്രാപിച്ചു. നദി ആ വാതിലിലൂടെ പുറത്തേക്ക് ഒഴുകി നീങ്ങുന്നു. സിന്ധുബാദ് കല്ലുവാതിൽ കടന്ന് പുറത്തേക്ക് വന്നു. ഒരു പുതിയ ദ്വീപ്, പച്ചപ്പും പൂക്കളും നിറഞ്ഞൊരു പറുദീസ. നദി നേരെ ഒഴുകിച്ചേർന്നതൊരു വലിയ ശുദ്ധജല തടാകത്തിലേക്കായിരുന്നു. തടാകത്തിന്റെ അരികിൽ അവൻ തന്റെ ഭാണ്ഡം വെച്ചു. അവൻ ചുറ്റും നോക്കി. ഈ ദ്വീപിലെ വൃക്ഷങ്ങൾ അസാധാരണമായിരുന്നു. അവയുടെ ശിഖരങ്ങൾ ആകാശത്തേക്ക് വളർന്നു. ചില വൃക്ഷങ്ങൾക്ക് സ്വർണ്ണനിറം. പക്ഷികൾ മനോഹരമായി പാടി. മൃഗങ്ങൾ ഭയമില്ലാതെ അവൻ അടുത്തുവന്നു. അവിടുത്തെ ആൾക്കാർ ആശ്ചര്യമുളവാക്കുന്ന കാഴ്ചയായിരുന്നു. അവർ മരത്തിനു മുകളിലാണ് വീടുകൾ വെച്ചത്. കൂറ്റൻ മരങ്ങളുടെ ശിഖരങ്ങളിൽ തടിപ്പലകകളും കയറുകളും ഉപയോഗിച്ച് അവർ മനോഹരമായ കൂടുകൾ നിർമ്മിച്ചു. കാട്ടിന്റെ താളത്തിനനുസരിച്ച് ആ വീടുകൾ ആടിയുലഞ്ഞുകൊണ്ടിരുന്നു. അവനൊരു മരത്തിന്റെ ചുവട്ടിൽ നിന്ന് മുകളിലേക്ക് നോക്കി വിളിച്ചു, ഹേ, അവിടെ ആരെങ്കിലുമുണ്ടോ? മരത്തിനു മുകളിൽ നിന്നൊരു മനോഹരമായ സ്ത്രീ താഴേക്ക് നോക്കി. അവളുടെ മുഖത്തൊരുതരം സൗന്ദര്യവും നിഷ്കളങ്കതയും ഉണ്ടായിരുന്നു. അവൾ സിന്ധുബാദിനെ നോക്കി പുഞ്ചിരിച്ചു. വരൂ സഞ്ചാരി, താങ്കൾ ക്ഷീരിതനാണെന്ന് തോന്നുന്നു. സിന്ധുബാദ് കയറേണിയിലൂടെ മുകളിലേക്ക് കയറി. അതൊരു വലിയ വീടായിരുന്നു. അവൾ അവനെ സ്വാഗതം ചെയ്തു. അവൾ അവന് പഴങ്ങളും മധുരപാനീയങ്ങളും നൽകി. സിന്ധുബാദ് വിശപ്പടക്കി. എന്തിനാണ് നിങ്ങൾ മരത്തിനു മുകളിൽ ജീവിക്കുന്നത്? സിന്ധുബാദ് അത്ഭുതത്തോടെ ചോദിച്ചു. ഇതാണ് നമ്മുടെ രീതി, അവൾ മറുപടി പറഞ്ഞു. ഞങ്ങൾ ഭൂമിയുടെ മുകളിലല്ല, ആകാശത്തിന്റെ അടുത്താണ് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നത്. ഞങ്ങളുടെ പൂർവികർ ഈ മരങ്ങളിൽ വീടുകൾ വെച്ച് ജീവിച്ചു. സിന്ധുബാദ് തന്റെ യാത്രാനുഭവങ്ങൾ അവളോട് പറഞ്ഞു. നരഭോജികളുടെ ദ്വീപിൽ നിന്ന് രക്ഷപ്പെട്ടതും ഭൂമിക്കടിയിലെ നദിയിലൂടെ വന്നതുമെല്ലാം. അവൾ അത്ഭുതത്തോടെ അവന്റെ കഥ കേട്ടു. അവൾ സിന്ധുബാദിനെ അവരുടെ നേതാവിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. അതൊരു വൃദ്ധനായ മനുഷ്യനായിരുന്നു. അവന്റെ കണ്ണുകളിൽ ജ്ഞാനത്തിന്റെ തിളക്കം. അവൻ സിന്ധുബാദിനെ ആദരമോടെ സ്വീകരിച്ചു. സഞ്ചാരി, താങ്കൾ ഞങ്ങളുടെ ദ്വീപിലെത്തിയത് ഒരു ഭാഗ്യമായി കരുതുന്നു. താങ്കൾ ഞങ്ങളുടെ രഹസ്യങ്ങൾ കണ്ടറിഞ്ഞു. ഞാൻ അവിടുത്തെ നിധിശേഖരം കണ്ടു. പക്ഷേ ഞാൻ അധികമൊന്നും എടുത്തില്ല. അത്യാഗ്രഹം മനുഷ്യനെ നശിപ്പിക്കുമെന്ന് ഞാൻ പഠിച്ചു. വൃദ്ധൻ ചിരിച്ചു. നല്ലത്. ഈ ദ്വീപിലെ ആളുകൾ പണത്തിനോ സ്വർണത്തിനോ വേണ്ടി അലയുന്നവരല്ല. ഞങ്ങൾ സന്തോഷത്തിലാണ് വിശ്വസിക്കുന്നത്. അയാൾ സിന്ധുബാദിനെ ഒരു വലിയ മരത്തിന്റെ മുകളിലേക്ക് കൊണ്ടുപോയി. അവിടെ നിന്ന് അവനൊരു അത്ഭുത ലോകം കണ്ടു. ദൂരെ ആകാശത്ത് ഒരു നഗരം, ഒരു വലിയ കെട്ടിട സമുച്ചയം ആകാശത്തിലൂടെ ഒഴുകി നീങ്ങുന്നു. എന്താണത്? സിന്ധുബാദ് അത്ഭുതത്തോടെ ചോദിച്ചു. അതാണോ ആകാശത്തിലെ നഗരം? വൃദ്ധൻ പറഞ്ഞു. ഞങ്ങളുടെ പൂർവികർ ഉണ്ടാക്കിയ ഒരു അത്ഭുതം. അവിടെയാണ് ഞങ്ങളുടെ ദൈവങ്ങൾ ജീവിക്കുന്നത്. വൃദ്ധൻ സിന്ധുബാദിനെ ആകാശത്തിലെ നഗരം കാണാൻ ക്ഷണിച്ചു. അവർ ഒരു വിചിത്രമായ യന്ത്രം ഉപയോഗിച്ച് മുകളിലേക്ക് കയറി. അതൊരു വലിയ പക്ഷിയെപ്പോലെ പറന്നുയർന്നു. ആകാശത്തിലെ നഗരം, സ്വർണത്തിന്റെയും വെള്ളിയുടെയും കെട്ടിടങ്ങൾ, പറക്കും പക്ഷികളുടെ പ്രതിമകൾ, സ്ഫടികത്തിൽ തീർത്ത പൂന്തോട്ടങ്ങൾ. അവിടെ മനുഷ്യർ പറക്കുന്നുണ്ടായിരുന്നു. അവരുടെ കൈകളിലും കാലുകളിലും പ്രത്യേകതരം ചിറകുകൾ കെട്ടിയിരിക്കുന്നു. അവർ സ്വയം നിയന്ത്രിച്ച് ആകാശത്തിലൂടെ നീങ്ങുന്നു. ഇതെങ്ങനെ സാധ്യമാവുന്നു? സിന്ധുബാദ് അത്ഭുതപ്പെട്ടു. ഇത് ജ്ഞാനത്തിന്റെ ശക്തിയാണ് സിന്ധുബാദെ. ഞങ്ങൾ ഭൗതികമായ സമ്പത്തിന് പിന്നാലെ പോയില്ല. പകരം അറിവിനും സാങ്കേതികവിദ്യയ്ക്കും പ്രാധാന്യം നൽകി. ഞങ്ങൾക്ക് പറക്കാൻ കഴിയും. ഞങ്ങൾക്ക് ആകാശത്ത് വീടുകൾ വയ്ക്കാൻ കഴിയും. സിന്ധുബാദ് അവരുടെ ജീവിതം കണ്ടു. അവിടെ കലഹമില്ല, അത്യാഗ്രഹമില്ല. എല്ലാവരും പരസ്പരം സഹായിച്ചു ജീവിക്കുന്നു. ഇതായിരുന്നു യഥാർത്ഥ സന്തോഷമെന്ന് സിന്ധുബാദിന് തോന്നി. അവന്റെ ബഗ്ദാദിലെ ജീവിതം വെറുമൊരു മിഥ്യയായിരുന്നു. അവൻ ദിവസങ്ങളോളം ആകാശത്തിലെ നഗരത്തിൽ താമസിച്ചു. അവരുടെ ജ്ഞാനവും വിദ്യകളും പഠിച്ചു. ഒരു ദിവസം വൃദ്ധൻ അവനോട് പറഞ്ഞു, നിന്റെ യാത്രയുടെ സമയം കഴിഞ്ഞു സിന്ധുബാദെ. നിനക്ക് പോകാനുള്ള വഴി ഒരുക്കിയിട്ടുണ്ട്. സിന്ധുബാദ് ദുഃഖിതനായി. അവൻ അവിടെ നിന്ന് പോകാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല. പക്ഷേ അവന്റെ ഹൃദയം ബഗ്ദാദിനെ ഓർമ്മിപ്പിച്ചു. അവന്റെ അമ്മയും പിതാവും അവനെ കാത്തിരിക്കുന്നുണ്ടാവും. അവൻ ആ നഗരത്തിലെ ആറുകളോട് വിട പറഞ്ഞു. അവരവന് ഒരു ചെറിയ പറക്കും ഉപകരണം സമ്മാനിച്ചു. താഴെ ദ്വീപിൽ ഒരു കപ്പൽ അവനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അത് അവിടുത്തെ ആളുകൾ ഉണ്ടാക്കിയതായിരുന്നു. അവൻ കപ്പലിൽ കയറി. യാത്ര ആരംഭിച്ചു. അവന്റെ ഹൃദയം സന്തോഷത്താൽ നിറഞ്ഞു.
ഈ യാത്രയിലെ അനുഭവങ്ങൾ അവനെ ഒരുപാട് പാഠങ്ങൾ പഠിപ്പിച്ചു. അവൻ ആകാശത്തിലെ നഗരത്തിലേക്ക് നോക്കി. അത് ദൂരെ ആകാശത്ത് തിളങ്ങി നിന്നു, ഒരു നക്ഷത്രം പോലെ. പെട്ടെന്ന് നഗരം ഇളകി മറിയാൻ തുടങ്ങി. കെട്ടിടങ്ങൾ വിറച്ചു. ഒരു വലിയ ശബ്ദം. ആകാശത്തിലെ നഗരം നിലവിളികളോടെ താഴേക്ക് പതിക്കാൻ തുടങ്ങി. സിന്ധുബാദ് ഭയന്ന് കണ്ണുകളടച്ചു. എവിടെ നിന്നോ ഒരു വലിയ കൊടുങ്കാറ്റ് വീശിയടിച്ചു. നഗരം നിയന്ത്രണം വിട്ട് ആകാശത്തിലൂടെ പറന്നു. അവൻ സമ്മാനിച്ച പറക്കും ഉപകരണം കേടായി. അവന്റെ കപ്പലിനു മുകളിലേക്ക് ആ നഗരം തകർന്നു വീഴാനൊരുങ്ങുന്നു. ഇല്ല, ഈ അത്ഭുത നഗരം എനിക്ക് നഷ്ടപ്പെടുത്താൻ കഴിയില്ല. ഒരു വലിയ ശബ്ദത്തോടെ ആകാശത്തിലെ നഗരം കടലിലേക്ക് പതിച്ചു. കൂറ്റൻ തിരമാലകൾ ആഞ്ഞടിച്ചുയർന്നു. ഒരു സുനാമി പോലെ അത് സിൻബാദിന്റെ കപ്പലിനെ വിഴുങ്ങി. കപ്പൽ കഷണങ്ങളായി തകർന്നു. സിൻബാദ് കടലിലേക്ക് വലിച്ചെറിയപ്പെട്ടു. തണുത്ത വെള്ളം അവന്റെ ശരീരത്തെ മരവിപ്പിച്ചു. ആകാശത്തിലെ നഗരത്തിന്റെ അവശിഷ്ടങ്ങൾ അവന്റെ ചുറ്റും ചിതറിക്കിടന്നു. സ്വർണവും വെള്ളിയും കൊണ്ട് തീർത്ത കെട്ടിടഭാഗങ്ങൾ കടലിലേക്ക് ആഴ്ന്നുപോയി. പണ്ടെങ്ങോ കടലിന്റെ ആഴങ്ങളിൽ ഉറങ്ങിക്കിടന്നിരുന്ന നഗരങ്ങളെപ്പോലെ ഈ അത്ഭുത നഗരവും കടലിന്റെ അടിത്തട്ടിലേക്ക് താണുപോയി. സിന്ധുബാദ് വെള്ളത്തിൽ മുങ്ങിയും പൊങ്ങിയും പിടിച്ചു നിൽക്കാൻ പാടുപെട്ടു. അവന്റെ ശ്വാസം നിലയ്ക്കാൻ തുടങ്ങി. ഇല്ല, ഈ അത്ഭുത നഗരം എനിക്ക് നഷ്ടപ്പെടുത്താൻ കഴിയില്ല. അവന്റെ മനസ്സിലൊരു നിലവിളി ഉയർന്നു. പക്ഷേ അവനൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. പ്രകൃതിയുടെ ശക്തിക്ക് മുന്നിൽ അവൻ നിസ്സഹായനായിരുന്നു. അവന്റെ ശക്തിയും ജ്ഞാനവും അവിടെ ഒരു വിലയുമില്ലാതെ നിന്നു. പെട്ടെന്ന് അവന്റെ ശരീരത്തിൽ ഒരു വലിയ കൈ തടഞ്ഞു. ഒരു പാറക്കെട്ടുപോലെ തോന്നിപ്പിച്ച ആ കൈ അവനെ കടലിന്റെ ആഴങ്ങളിൽ നിന്ന് മുകളിലേക്കുയർത്തി. സിന്ധുബാദ് കണ്ണു തുറന്നു നോക്കി. അതൊരു ഭീമാകാരനായ മനുഷ്യനായിരുന്നു. ഒരു പർവ്വതം പോലെ വലുതും കടൽ ജലത്തിൽ പൊതിഞ്ഞതുമായ ഒരു മനുഷ്യരൂപം. അവന്റെ ശരീരത്തിൽ പായലുകളും കടൽച്ചെടികളും പറ്റിപ്പിടിച്ചിരുന്നു. അവന്റെ കണ്ണുകൾക്ക് ആഴക്കടലിന്റെ നീലനിറം. അവന്റെ തലമുടിക്ക് കടൽപ്പാമ്പിന്റെ രൂപം. അവന്റെ മുഖത്ത് 1000 വർഷങ്ങളുടെ പഴക്കമുള്ള ഒരുതരം ശാന്തതയുണ്ടായിരുന്നു. ആ ഭീമാകാരൻ സിന്ധുബാദിനെ പതിയെ കൈകളിൽ താങ്ങി. കടലിന്റെ ആഴങ്ങളിലേക്ക് അവൻ നീങ്ങാൻ തുടങ്ങി. സിന്ധുബാദ് ശ്വാസമടക്കി നിന്നു. ഈ ഭീമാകാരൻ എവിടെയാണ് അവനെ കൊണ്ടുപോകുന്നത്? കടലിന്റെ ആഴങ്ങളിലൂടെ അവർ ഒരുപാട് ദൂരം സഞ്ചരിച്ചു. അടിത്തട്ടിൽ മനോഹരമായ പവിഴപ്പുറ്റുകൾ വർണ്ണശബളമായി തിളങ്ങി. വർണ്ണമത്സ്യങ്ങൾ അവരുടെ ചുറ്റും നീന്തിത്തുടിച്ചു. കടലിന്റെ നിശബ്ദതയിൽ ഒരുതരം മാന്ത്രികത ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. ഒരുപാട് ദൂരം സഞ്ചരിച്ചപ്പോൾ അവർ ഒരു നഗരത്തിനടുത്തെത്തി. അതൊരു തകർന്ന നഗരമായിരുന്നു. മനോഹരമായ കെട്ടിടങ്ങൾ, കമാനങ്ങൾ, പ്രതിമകൾ എല്ലാം കടലിന്റെ അടിത്തട്ടിൽ തകർന്നു കിടക്കുന്നു. കടൽച്ചെടികൾ അവയെ പൊതിഞ്ഞിരുന്നു. ഒരു കാലത്ത് മഹത്തായൊരു നാഗരികതയുടെ അവശിഷ്ടങ്ങൾ. ഇതാണോ ആകാശത്തിലെ നഗരം? സിന്ധുബാദ് അത്ഭുതത്തോടെ ചോദിച്ചു. അവന്റെ ശബ്ദം വെള്ളത്തിൽ നേർത്തൊരു കുമിളയായി മാറി. ഭീമാകാരൻ അവന്റെ കൈകളിൽ സിന്ധുബാദിനെ താങ്ങി ഒരു വലിയ കല്ലിൻമുകളിൽ അവനെ ഇരുത്തി. അവന്റെ കണ്ണുകൾക്ക് എന്തൊക്കെയോ പറയാനുണ്ടായിരുന്നു. അവന്റെ മനസ്സിലെ ചിന്തകൾ സിന്ധുബാദിന്റെ ഉള്ളിലേക്ക് ഒരു മിന്നൽപ്പിണർ പോലെ കടന്നുവന്നു. ഇത് മറ്റൊരു നഗരമാണ് സഞ്ചാരി. ആകാശത്തിലെ നഗരത്തെപ്പോലെ അഹങ്കാരത്താൽ തകർന്നൊരു നഗരം. അവന്റെ വാക്കുകൾ സിന്ധുബാദിന്റെ മനസ്സിൽ പ്രതിധ്വനിച്ചു. ഈ നഗരത്തിലെ ആളുകൾക്ക് വലിയ ശക്തിയുണ്ടായിരുന്നു. അവർക്ക് കടലിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞു. മത്സ്യങ്ങളെ അവരുടെ ഇംഗിതത്തിനനുസരിച്ച് ചലിപ്പിക്കാൻ കഴിഞ്ഞു. അവർ ദൈവങ്ങളെപ്പോലെ ജീവിച്ചു. പക്ഷേ അവരുടെ അഹങ്കാരം വർദ്ധിച്ചു. അവർ പ്രകൃതിയുടെ നിയമങ്ങളെ ധിക്കരിച്ചു. കടലിനെ ചൂഷണം ചെയ്തു. അതുകൊണ്ട് കടൽ അവരോട് പ്രതികാരം ചെയ്തു. ഒരു വലിയ കൊടുങ്കാറ്റിൽ ഈ നഗരം കടലിന്റെ അടിത്തട്ടിലേക്ക് മുങ്ങിപ്പോയി. അവരെല്ലാവരും മരണപ്പെട്ടു. സിന്ധുബാദിനു മനസ്സിലായി, ആകാശത്തിലെ നഗരത്തിന്റെ പതനവും ഇതുപോലെയായിരിക്കണം. ജ്ഞാനം സമ്പാദിച്ചപ്പോൾ അവർ അഹങ്കാരികളായി മാറി. പ്രകൃതിയുടെ നിയമങ്ങളെ ധിക്കരിച്ചപ്പോൾ അവർക്കെല്ലാം നഷ്ടപ്പെട്ടു. അത്യാഗ്രഹവും അഹങ്കാരവും മനുഷ്യനെ എങ്ങനെയെല്ലാം നശിപ്പിക്കുന്നു എന്ന് അവൻ വീണ്ടും മനസ്സിലാക്കി. പ്രകൃതി ഒരു ദൈവമാണ് സഞ്ചാരി. അതിനെ ബഹുമാനിക്കണം.
അതിന്റെ ശക്തിയെ ഒരിക്കലും ധിക്കരിക്കരുത് എന്ന് ഭീമാകാരൻ പറഞ്ഞു. സിന്ധുബാദ് തലയാട്ടി. അവന്റെ ഹൃദയം വേദനിച്ചു. താൻ കണ്ട അത്ഭുത നഗരം അത് അഹങ്കാരത്തിന്റെ പേരിൽ നശിച്ചു. നിനക്ക് പോകാൻ സമയമായി സഞ്ചാരി. നിന്റെ യാത്രകൾ അവസാനിച്ചിട്ടില്ല. നിനക്കിനിയും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്ന് ഭീമാകാരൻ പറഞ്ഞു. അവൻ സിന്ധുബാദിനെ വീണ്ടും കൈകളിൽ താങ്ങി കടലിന്റെ മുകളിലേക്കുയർത്തി. കടലിന്റെ ഉപരിതലത്തിൽ ഒരു ചെറിയ മരപ്പലക അവനെ കാത്തിരിക്കുകയായിരുന്നു. ഭീമാകാരൻ സിന്ധുബാദിനെ ആ പലകയിൽ കിടത്തി. അവൻ മെല്ലെ കടലിലേക്ക് ഊളിയിട്ടു. ഒരു വലിയ നിഴൽ പോലെ അവൻ അപ്രത്യക്ഷനായി. സിന്ധുബാദ് ആ പലകയിൽ കിടന്നൊഴുകി നീങ്ങി. സൂര്യൻ അവന്റെ മുഖത്ത് തഴുകി. ചൂടുകാറ്റ് അവന്റെ ശരീരത്തെ ഉണർത്തി. തണുത്ത കടലിൽ നിന്ന് രക്ഷപ്പെട്ടതിന്റെ ആശ്വാസം അവനുണ്ടായിരുന്നു. ദൂരേക്ക് നോക്കിയപ്പോൾ ഒരു കപ്പൽ അവനെ കാത്തിരിക്കുകയായിരുന്നു. അതൊരു കച്ചവട കപ്പലായിരുന്നു. നാവികർ അവനെ കപ്പലിലേക്ക് എടുത്തുകയറ്റി. അവർ അവന് ഭക്ഷണവും വെള്ളവും നൽകി. അവന്റെ കഥ കേട്ട് അവർ അത്ഭുതപ്പെട്ടു. "നിങ്ങളെവിടെ നിന്നാണ് വരുന്നത്?" എന്ന് കപ്പലിന്റെ ക്യാപ്റ്റൻ ചോദിച്ചു. "ഞാൻ ദൂരെ നിന്ന് വരുന്നു" എന്ന് സിന്ധുബാദ് മറുപടി പറഞ്ഞു. "എനിക്ക് ബാഗ്ദാദിലേക്ക് പോകണം." ക്യാപ്റ്റൻ അവനെ സഹായിക്കാമെന്ന് സമ്മതിച്ചു. സിന്ധുബാദ് സന്തോഷിച്ചു. അവന്റെ യാത്രയുടെ തുടർച്ചയായിരുന്നു അത്. കപ്പൽ മുന്നോട്ട് നീങ്ങി. കടലിലെ കാലാവസ്ഥ ശാന്തമായിരുന്നു. സിന്ധുബാദ് തന്റെ യാത്രകളെക്കുറിച്ച് ചിന്തിച്ചു. ഓരോ യാത്രയിലും അവൻ പുതിയ കാര്യങ്ങൾ പഠിച്ചു. അത്യാഗ്രഹവും അഹങ്കാരവും മനുഷ്യനെ എങ്ങനെയെല്ലാം നശിപ്പിക്കുന്നു എന്ന് അവൻ കണ്ടു. ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം ദൂരെ ചക്രവാളത്തിൽ ഒരു കൂറ്റൻ പർവ്വതം കണ്ടു. അതിന്റെ നിറം കറുത്തതായിരുന്നു. ആകാശത്തിലേക്കുയർന്നു നിൽക്കുന്ന ഒരു ഭീമാകാരമായ പാറ. അതൊരു അപകടകരമായ സ്ഥലമാണ്. ക്യാപ്റ്റൻ പറഞ്ഞു. അത് കാന്തികമലയാണ്. ഇരുമ്പുകൊണ്ടുള്ള കപ്പലുകൾ അതിനടുത്തു പോയാൽ അത് ആകർഷിക്കപ്പെടും. അതിനെ ചുറ്റി സഞ്ചരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. സിന്ധുബാദ് ഭയന്നു. മറ്റൊരപകടം. അവന്റെ യാത്രകൾ അവസാനിക്കുന്നില്ല. പെട്ടെന്ന് കപ്പൽ ഇളകിമറിയാൻ തുടങ്ങി. ദിശാസൂചിക തെറ്റി കപ്പൽ മലയുടെ നേർക്ക് നീങ്ങാൻ തുടങ്ങി. കപ്പൽ നിയന്ത്രണം വിട്ടു. ഒരു നാവികൻ വിളിച്ചു പറഞ്ഞു, "കപ്പൽ നമ്മളെ വലിക്കുന്നു." നാവികർ പരിഭ്രാന്തരായി. അവർ കപ്പലിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ ശ്രമിച്ചു. പക്ഷേ കാന്തിക ശക്തി അത്രയധികം വലുതായിരുന്നു. കപ്പൽ മെല്ലെ മലയുടെ അടുത്തേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു. കപ്പൽ മെല്ലെ മലയുടെ അടുത്തേക്ക് നീങ്ങി. രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ലായിരുന്നു. കപ്പലിലെ ലോഹഭാഗങ്ങൾ ഒരുതരം ശബ്ദമുണ്ടാക്കി. മെല്ലെ കപ്പലിന്റെ ബോർഡുകൾ മലയുടെ ശക്തിയിൽ ഇളകിമാറാൻ തുടങ്ങി. കപ്പൽ ഒരു വലിയ യന്ത്രത്തെപ്പോലെ വിറച്ചു. തകരാൻ ഒരുങ്ങുന്നു. സിന്ധുബാദ് തന്റെ അവസാന ശ്വാസത്തിനായി പ്രാർത്ഥിച്ചു. തണുത്ത കടൽവെള്ളം അവന്റെ ശരീരത്തെ തളർത്തി. ചുറ്റും കപ്പലിന്റെ അവശിഷ്ടങ്ങൾ ചിതറിക്കിടന്നു. അവന്റെ പ്രിയപ്പെട്ട കപ്പൽ. മറ്റൊരിക്കൽ കൂടി കടൽ അവനെ വിഴുങ്ങിയിരിക്കുന്നു. ഓരോ തവണയും അവൻ അതിജീവിച്ചപ്പോൾ കടൽ അവനെ മറ്റൊരു വലിയ പരീക്ഷണത്തിലേക്ക് തള്ളിവിട്ടു. എന്നെ എന്തിനാണ് ഈ കടൽ ഇങ്ങനെ പിന്തുടരുന്നത്? അവന്റെ മനസ്സിൽ ഒരു ചോദ്യമുയർന്നു. അവൻ വെള്ളത്തിൽ മുങ്ങിയും പൊങ്ങിയും പിടിച്ചു നിൽക്കാൻ പാടുപെട്ടു. ഒരു വലിയ മരത്തടി അവന്റെ അടുത്തേക്ക് ഒഴുകിയെത്തി. അവൻ അതിൽ മുറുകെ പിടിച്ചു. ദൂരെ കാന്തികമല ആകാശത്തേക്ക് ഉയർന്നു നിന്നു. അതിന്റെ കറുത്ത ഭിത്തികളിൽ ലോഹക്കഷ്ണങ്ങൾ ഒട്ടിപ്പിടിച്ചിരിക്കുന്നു. ഒരു ഭീമാകാരമായ ശവപ്പറമ്പ് പോലെ അത് കടലിനു നടുവിൽ നിശബ്ദമായി നിന്നു. സിന്ധുബാദ് ആ മരത്തടിയിൽ കിടന്ന് മണിക്കൂറുകളോളം ഒഴുകി നീങ്ങിപ്പോയി. കടൽക്കാറ്റിൽ അവന്റെ ശരീരം തണുത്തുറഞ്ഞു. വിശപ്പും ദാഹവും അവനെ തളർത്തി. അവന്റെ കണ്ണുകൾ കാന്തികമലയുടെ നേർക്കു തന്നെയായിരുന്നു. ആ മല ഒരു പ്രകൃതി വിസ്മയമായിരുന്നില്ല എന്നവന് തോന്നി. അതിനൊരു കൃത്രിമ സ്വഭാവമുണ്ടായിരുന്നു. അതിന്റെ ഉപരിതലത്തിൽ നേർത്ത ചില വരകളും ചില ഭാഗങ്ങളിൽ വിചിത്രമായ അടയാളങ്ങളും കണ്ടു. ഇത് മനുഷ്യനിർമ്മിതമാണോ? ഒരു പുരാതന നാഗരികതയുടെ അവശിഷ്ടമാണോ? ദിവസങ്ങൾ കടന്നുപോയി. ഒടുവിൽ അവനൊരു ചെറിയ പാറക്കെട്ടിലെത്തി. കാന്തികമലയുടെ അടുത്തുള്ള ഒരു ചെറിയ ദ്വീപായിരുന്നു അത്. അവിടെ അവന് സുരക്ഷിതമായി വിശ്രമിക്കാൻ കഴിഞ്ഞു. ആ ദ്വീപിൽ ചില കാട്ടുപഴങ്ങളും ശുദ്ധജലവും ഉണ്ടായിരുന്നു. അവൻ കഴിച്ചു, വിശ്രമിച്ചു. അവൻ കാന്തികമലയെക്കുറിച്ച് ആലോചിച്ചു. അതിനൊരുതരം കാന്തിക വലയമുണ്ടെന്ന് അവന് മനസ്സിലായി. അതിനടുത്തുകൂടി പോകുന്ന കപ്പലുകളെ അത് ആകർഷിച്ചു നശിപ്പിക്കും. എത്ര നാവികരുടെ ജീവൻ അത് കവർന്നിരിക്കും. ഒരു ദിവസം ആകാശത്തൊരു വലിയ നിഴൽ കണ്ടു. ഒരു റോക്ക് പക്ഷി. പക്ഷേ ഇത് മറ്റുള്ളവയെപ്പോലെ ആയിരുന്നില്ല.
അതിന്റെ ചിറകുകൾക്ക് ലോഹത്തിന്റെ തിളക്കം, അതിന്റെ കണ്ണുകൾക്ക് ചുവന്ന വെളിച്ചം. ഇതൊരു ജീവിയാണോ, അതോ ഒരു യന്ത്രമാണോ? അത് അവന്റെ അടുത്തേക്ക് പറന്നെത്തി. അതിന്റെ കൂർത്ത നഖങ്ങളിൽ ഒരു വലിയ ഇരുമ്പു കഷ്ണമുണ്ടായിരുന്നു. അതാ പാറയിൽ ഉപേക്ഷിച്ചു പറന്നുപോയി. സിന്ധുബാദ് അത്ഭുതത്തോടെ അതിനെ നോക്കി. അവന്റെ മനസ്സിൽ ഒരാശയം മിന്നിമറഞ്ഞു. ഈ യന്ത്രപക്ഷിയുടെ സഹായത്തോടെ അവന് രക്ഷപ്പെടാൻ സാധിക്കുമോ? അവൻ ധൈര്യം സംഭരിച്ച് അടുത്ത തവണ ആ യന്ത്രപ്പക്ഷി വരുമ്പോൾ അതിന്റെ കാലുകളിൽ പിടിക്കാൻ തീരുമാനിച്ചു. മണിക്കൂറുകളോളം കാത്തിരുന്നു. ഒടുവിൽ അത് വീണ്ടും വന്നു. സിന്ധുബാദ് ഒരു ഞൊടിയിടയിൽ അതിന്റെ കാലുകളിൽ പിടിച്ചു. യന്ത്രപ്പക്ഷി പറന്നുയർന്നു. കാറ്റിന്റെ ശബ്ദം അവന്റെ കാതുകളിൽ മുഴങ്ങി. അത് വളരെ വേഗത്തിൽ പറന്നു. സിന്ധുബാദിന്റെ കൈകൾക്ക് വേദനിച്ചു. അവൻ താഴേക്ക് നോക്കി. കടൽ ഒരു ചെറിയ പൊട്ടുപോലെ താഴെയായി കാണപ്പെട്ടു. യന്ത്രപ്പക്ഷി പറന്നുപോയത് ദൂരെ ആകാശത്ത് കണ്ട ഒരു നഗരത്തിലേക്കായിരുന്നു. ആദ്യത്തെ പറക്കും നഗരം ആത്മീയതയുടെയും ജ്ഞാനത്തിന്റെയും കേന്ദ്രമായിരുന്നുവെങ്കിൽ ഇതതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരുന്നു. അതൊരു ലോഹനഗരമായിരുന്നു. വെള്ളി നിറത്തിലുള്ള കൂറ്റൻ കെട്ടിടങ്ങൾ, ആകാശത്തിലൂടെ പറന്നു നീങ്ങുന്ന മറ്റു യന്ത്രപ്പക്ഷികൾ. കാന്തിക മലയിൽ നിന്ന് നേർത്തൊരു ഊർജ്ജരേഖ ഈ നഗരത്തിലേക്ക് എത്തുന്നുണ്ടായിരുന്നു. കാന്തിക മലയുടെ ശക്തിയിലാണ് ഈ നഗരം പ്രവർത്തിക്കുന്നത്. യന്ത്രപ്പക്ഷി സിന്ധുബാദിനെ നഗരത്തിലെ ഒരു വലിയ തുറമുഖത്തിൽ ഇറക്കി. അവന്റെ കാലുകൾ നിലത്തുറച്ചപ്പോൾ അവൻ ചുറ്റും നോക്കി. ഇവിടെയുള്ള ആളുകൾക്ക് ഇരുമ്പുപോലെ കടുപ്പമുള്ള ശരീരവും യന്ത്രങ്ങളെപ്പോലെ സൂക്ഷ്മമായ കണ്ണുകളുമായിരുന്നു. അവരുടെ വസ്ത്രങ്ങൾ ലോഹത്തകിടുകൾ കൊണ്ട് നിർമ്മിച്ചതായിരുന്നു. അവർ സിന്ധുബാദിനെ വലഞ്ഞു. അവരുടെ മുഖത്ത് ഒരുതരം കൗതുകം. അവർ അവനെ സൂക്ഷിച്ചു നോക്കി. അവരുടെ ഭാഷ അവന് മനസ്സിലായില്ല. പക്ഷേ അവരുടെ കണ്ണുകളിൽ ഒരുതരം കൗതുകം കണ്ടു. അവർ അവനെ ഒരു വലിയ കെട്ടിടത്തിലേക്ക് കൊണ്ടുപോയി. അതൊരു തടവറയാണെന്ന് അവന് തോന്നി. പക്ഷേ അതൊരു ആധുനികമായ തടവറയായിരുന്നു. ലോഹക്കൂട്ടിൽ അവനെ അടച്ചു. ദിവസങ്ങൾ കടന്നുപോയി. അവർ അവന് ഭക്ഷണവും വെള്ളവും നൽകി. പക്ഷേ അവനുമായി സംസാരിക്കാൻ ആരും വന്നില്ല. അവൻ എന്തിനാണ് അവിടെ കിടക്കുന്നത്? ഒരു ദിവസം ഒരു വൃദ്ധൻ അവനെ കാണാൻ വന്നു. അവന്റെ മുഖത്ത് ഒരുതരം കൗതുകവും ശാസ്ത്രജ്ഞന്റെ തിളക്കവുമുണ്ടായിരുന്നു. താങ്കൾ എവിടെ നിന്നാണ് വരുന്നത്, സഞ്ചാരി? വൃദ്ധൻ അവന്റെ ഭാഷയിൽ ചോദിച്ചു. സിന്ധുബാദ് അത്ഭുതപ്പെട്ടു. ഞാൻ ബാഗ്ദാദിൽ നിന്നാണ് വരുന്നത്. ഞാൻ കപ്പൽ ഛേദത്തിൽപ്പെട്ട് ഇവിടെ എത്തി. വൃദ്ധൻ ചിരിച്ചു. ബാഗ്ദാദ്, ഒരു പുരാതന നഗരം. നിങ്ങൾ ഞങ്ങളുടെ ഈ നഗരം കണ്ടോ? ഞങ്ങൾ കാന്തികമലയുടെ ഊർജ്ജം ഉപയോഗിച്ച് ജീവിക്കുന്നവരാണ്. ആ മല ഒരു വലിയ യന്ത്രമാണ്, ഒരു പുരാതന നാഗരികതയുടെ രഹസ്യം. എന്തിനാണ് നിങ്ങൾ എന്നെ തടവിലാക്കിയത്? നിങ്ങൾ ഞങ്ങളുടെ ലോകത്ത് പെട്ടെന്നെത്തിയ ആളാണ്. ഞങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചറിയണം, നിങ്ങളുടെ ലോകത്തെക്കുറിച്ചറിയണം. നിങ്ങളുടെ അറിവുകൾ ഞങ്ങൾക്ക് ആവശ്യമാണ്. അവർ സിന്ധുബാദിനെ ഒരു പരീക്ഷണ വസ്തുവായാണ് കാണുന്നതെന്ന് അവന് മനസ്സിലായി. അവർ അവന്റെ അറിവുകൾ ചൂഷണം ചെയ്യാൻ ശ്രമിക്കുകയാണ്. അവരുടെ കണ്ണുകളിൽ സ്നേഹമോ ദയയോ ഇല്ലായിരുന്നു. അവർക്ക് ശക്തിയും അറിവും മാത്രമായിരുന്നു പ്രധാനം. സിന്ധുബാദ് അവരോട് തന്റെ യാത്രാവിശേഷങ്ങൾ പറഞ്ഞു. ആകാശത്തിലെ ആദ്യ നഗരത്തെക്കുറിച്ചും കടലിലെ ഭീമൻ മനുഷ്യനെക്കുറിച്ചുമെല്ലാം. വൃദ്ധൻ എല്ലാം ശ്രദ്ധയോടെ കേട്ടു. അവന്റെ കണ്ണുകളിൽ ഒരുതരം അത്യാഗ്രഹം കണ്ടു. നിങ്ങളുടെ ലോകം വളരെ പിന്നിലാണ്, വൃദ്ധൻ പറഞ്ഞു. ഞങ്ങൾ ആകാശത്ത് പറക്കുന്നു. ഞങ്ങൾ കടലിന്റെ അടിത്തട്ടിലെ രഹസ്യങ്ങൾക്കപ്പുറം ചിന്തിക്കുന്നു. ഞങ്ങൾക്ക് പ്രകൃതിയെ നിയന്ത്രിക്കാൻ കഴിയും. സിന്ധുബാദിന് അവന്റെ പഴയ ഓർമ്മകൾ തിരിച്ചുവന്നു. കടലിന്റെ ഭീമൻ മനുഷ്യൻ പറഞ്ഞ വാക്കുകൾ. പ്രകൃതിയെ ധിക്കരിക്കരുത്. ഈ നഗരം അത്യാധുനികമാണെങ്കിലും അതിനൊരുതരം തണുപ്പും മനുഷ്യത്വമില്ലായ്മയുമുണ്ടെന്ന് അവന് തോന്നി. അവരുടെ ജീവിതത്തിൽ സന്തോഷമില്ല, സ്നേഹമില്ല. അവർക്ക് ശക്തിയും അറിവും മാത്രമാണ് പ്രധാനം. ഒരു ദിവസം അവൻ തടവറയിൽ നിന്ന് രക്ഷപ്പെടാനൊരു വഴി കണ്ടെത്തി. ഒരു ചെറിയ സ്വിച്ച് ബോർഡ് തടവറയുടെ ചുമരിൽ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. അത് നഗരത്തിന്റെ ഒരു പ്രധാന ഭാഗത്തേക്ക് ബന്ധിപ്പിച്ചിരിക്കുന്നു. ഒരുപക്ഷേ അത് നഗരത്തിന്റെ ഊർജ്ജ നിയന്ത്രണ മുറിയാകാം. അവൻ ആ സ്വിച്ച് ബോർഡിൽ ഒരു തരം മാറ്റം വരുത്തി. ഒരു വലിയ ശക്തിപ്രവാഹം അതിലൂടെ കടന്നുപോയി. പെട്ടെന്ന് നഗരം മുഴുവൻ ഇളകിമറിയാൻ തുടങ്ങി. ലൈറ്റുകൾ മിന്നിക്കെട്ടു, കെട്ടിടങ്ങൾ വിറച്ചു, ആളുകൾ പരിഭ്രാന്തരായി നിലവിളിച്ചു. നഗരത്തിന്റെ പ്രധാന യന്ത്രങ്ങൾ വലിയ ശബ്ദമുണ്ടാക്കി. എന്താണിത്? വൃദ്ധൻ നിലവിളിച്ചു. നഗരം നിയന്ത്രണം വിട്ടു. സിന്ധുബാദ് അവന്റെ പ്രവൃത്തിയിൽ സന്തോഷിച്ചു. ഈ നഗരം അവന്റെ കൈകളിൽ നിന്ന് രക്ഷപ്പെടാൻ പോവുകയാണ്. അവൻ വേഗത്തിൽ തടവറയിൽ നിന്ന് പുറത്തുകടന്നു. ചുറ്റും നോക്കി. ആളുകൾ ഭയന്നോടുന്നു. യന്ത്രപ്പക്ഷികൾ നിലംപടിക്കുന്നു. നഗരം നിയന്ത്രണം വിട്ട് ആകാശത്തിലൂടെ പറന്നുയർന്നു. ഒരു വലിയ പക്ഷി ചിറകെട്ട് പറന്നുയർന്നതുപോലെ അതിന്റെ ദിശ നഷ്ടപ്പെട്ടു. നിയന്ത്രണം വിട്ട നഗരം ആകാശത്തിലൂടെ പറന്നു, എങ്ങോട്ടെന്നില്ലാതെ.
അതൊരു വലിയ അഗ്നിഗോളം പോലെ നീങ്ങാൻ തുടങ്ങിയപ്പോൾ സിന്ധുബാദ് ഒരു വലിയ പാറക്കെട്ടിൽ നിന്ന് താഴേക്ക് ചാടി. താഴെ മരുഭൂമി. ഒരു വലിയ മരുഭൂമിയിലെ കടൽ അവനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അവിടേക്ക് അവനൊരു ചിറകറ്റ പക്ഷിയെപ്പോലെ പറന്നു വീണു. ഈ യാത്ര എവിടെയാണ് അവസാനിക്കുക? അവൻ ആകാശത്തേക്ക് നോക്കി നിലവിളിച്ചു. മരുഭൂമിയിലെ കടൽ, അതെ, മരുഭൂമിയുടെ നടുവിൽ ഒരു വലിയ ജലാശയം. മഞ്ഞുമൂടിയ മണൽക്കുന്നുകൾക്കിടയിൽ നീലനിറത്തിൽ തിളങ്ങുന്നൊരു തടാകം പോലെ അത് പരന്നുകിടന്നു. സൂര്യൻ അസ്തമിക്കുമ്പോൾ ആകാശത്തിലെ ചുവന്ന നിറം കടലിന്റെ ഉപരിതലത്തിൽ പ്രതിഫലിച്ചു. ചുറ്റും നിശബ്ദത മാത്രം. കാട്ടിന്റെ നേർത്ത മൂളൽ ഒരു പ്രേതത്തെപ്പോലെ. സിന്ധുബാദ് തളർന്നു. അവന്റെ ശരീരം മണലിൽ തട്ടി വേദനിച്ചു. പക്ഷെ ജീവൻ ബാക്കിയുണ്ടായിരുന്നു. അവൻ പതിയെ എഴുന്നേറ്റു. കണ്ണു തുറന്നു നോക്കിയപ്പോൾ ആശ്ചര്യത്തോടെ ആ മരുഭൂമിയിലെ കടൽ കണ്ടു. ഇവിടെയൊരു കടലോ? ഈ പ്രകൃതിയുടെ അത്ഭുതങ്ങൾ അവസാനിക്കുന്നില്ലല്ലോ. അവൻ മെല്ലെ കടൽ തീരത്തേക്ക് നടന്നു. മരുഭൂമിയിലെ ചൂടിനു ശേഷം കടൽക്കാറ്റ് അവനൊരാശ്വാസം നൽകി. പക്ഷേ ഈ കടലിനൊരു തരം നിഗൂഢമായ ഗന്ധമുണ്ടായിരുന്നു. ഒരുതരം പഴകിയ ദുർഗന്ധം. ഭയവും ആകാംക്ഷയും അവന്റെ മനസ്സിൽ ഒരുമിച്ച് നിറഞ്ഞു. ചുറ്റും നോക്കിയപ്പോൾ ചില കപ്പലുകളുടെ അവശിഷ്ടങ്ങൾ കരയിൽ കണ്ടു. ചിതറിയ മരപ്പലകകൾ, കീറിപ്പറിഞ്ഞ പായ്ക്കപ്പലുകൾ. ഒരുപാട് കപ്പലുകൾ ഇവിടെ തകർന്നിരിക്കുന്നു. ഈ കടൽ അത്ര സുരക്ഷിതമല്ല എന്നവന് മനസ്സിലായി. രാത്രിയായി. ആകാശം ഇരുണ്ടു. നക്ഷത്രങ്ങൾ ഒരുപാടായി തിളങ്ങി. മരുഭൂമിയിലെ തണുപ്പ് അവന്റെ ശരീരത്തെ വിറപ്പിച്ചു. അവനൊരു മരപ്പലകയുടെ ചുവട്ടിൽ ഒളിച്ചിരുന്നു. പെട്ടെന്ന് ഒരു നേർത്ത ശബ്ദം അവന്റെ കാതുകളിൽ പതിച്ചു. ഒരുതരം നിലവിളി. കാറ്റിൽ അലയടിക്കുന്ന ഒരുതരം ദുരൂഹമായ ശബ്ദം. അത് മനുഷ്യന്റെ ശബ്ദമായിരുന്നില്ല, ഒരു പ്രേതത്തെപ്പോലെ. സിന്ധുബാദ് ഭയന്നു വിറച്ചു. അവന്റെ ചുറ്റും നിഴലുകൾ ചലിക്കാൻ തുടങ്ങി. മരപ്പലകകൾക്ക് പിന്നിൽ കപ്പലുകളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ നേർത്ത രൂപങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്നു. അവയുടെ കണ്ണുകൾ ഇരുപ്പിൽ തീക്കനലുകൾ പോലെ തിളങ്ങുന്നു. ആരാണവിടെ? സിന്ധുബാദ് ഉറക്കെ വിളിച്ചു. പക്ഷേ മറുപടിയില്ല, ശബ്ദം മാത്രം. അവൻ പേടിച്ച് കണ്ണുകൾ അടച്ചു. ഇത് ഭൂതബാധയുള്ള ഒരു ദ്വീപായിരുന്നോ, അതോ തന്റെ തോന്നലുകളോ? അവൻ കണ്ണു തുറന്നു. തന്റെ മുന്നിൽ ഒരു പ്രേതക്കപ്പൽ, ഒരു പഴയ കപ്പൽ. പായ്ക്കപ്പലുകൾ കീറിപ്പറിഞ്ഞ് മരപ്പലകകൾ അഴുകി. അതിൽ നിന്നും നേർത്ത വെളിച്ചം പുറത്തുവരുന്നു. അതിലൊരു രൂപം. ഒരു രൂപം അവരെ നോക്കി ചിരിക്കുന്നു. സിന്ധുബാദ് ഭയന്നു വിറച്ചു. ഇത് സത്യമല്ല, ഇതെന്റെ തോന്നലാണ്. പക്ഷേ പ്രേതക്കപ്പൽ അവന്റെ അടുത്തേക്ക് നീങ്ങി വന്നു. അതിൽ നിന്നൊരുതരം തണുത്ത കാറ്റ് അവനെ തഴുകി. അതിന്റെ ശബ്ദം അവന്റെ കാതുകളിൽ ഒരു നിലവിളി പോലെ മുഴങ്ങി. അവൻ ഓടാൻ തുടങ്ങി. പക്ഷേ എങ്ങോട്ട്? ഈ മരുഭൂമിയിലെ കടലിൽ അവൻ എവിടെ പോകാൻ കഴിയും? ഓടുന്നതിനിടയിൽ അവനൊരു ചെറിയ ഗുഹയിൽ എത്തിച്ചേർന്നു. ഗുഹയുടെ ഉള്ളിൽ ഇരുട്ടായിരുന്നു. അവൻ അവിടെ ഒളിച്ചിരുന്നു. പുറത്ത് പ്രേതക്കപ്പൽ അവന്റെ ചുറ്റും വട്ടം വിട്ട് പറക്കുന്നു. ഗുഹയുടെ ഉള്ളിൽ ഒരുതരം ദുർഗന്ധം, ചീഞ്ഞ മാംസത്തിന്റെ ഗന്ധം. ഭയത്തോടെ അവൻ ചുറ്റും നോക്കി. ഒരു മൂലയിൽ ഒരു പഴയ വിളക്ക്. അതൊരു സാധാരണ വിളക്കായിരുന്നില്ല. സ്വന്ന നിറത്തിൽ തിളങ്ങുന്ന മനോഹരമായ ചിത്രപ്പണികളുള്ള ഒരു വിളക്ക്. അവന്റെ മനസ്സിൽ മുത്തശ്ശി പറഞ്ഞുകൊടുത്ത കഥകൾ ഓർമ്മ വന്നു. മാന്ത്രിക വിളക്കും ഭൂതവും. അവൻ ആ വിളക്ക് കയ്യിലെടുത്തു. അതിൽ പതിഞ്ഞിരുന്ന പൊടി തുടച്ചുമാറ്റി. ഒരു ഞൊടിയിടയിൽ വിളക്കിൽ നിന്നും ഒരു പുകച്ചുരുൾ പുറത്തുവന്നു. പുകച്ചുരുൾ വലുതായി വലുതായി വന്നു. ഒരു ഭീമാകാരമായ രൂപം പ്രാപിച്ചു. അതൊരു ഭൂതമായിരുന്നു. ആകാശത്തോളം ഉയരമുള്ള നീലനിറമുള്ള ശരീരം. അവന്റെ കണ്ണുകൾക്ക് ചുവർന്ന തീക്കനലുകൾ പോലെ തിളക്കം. അവന്റെ കൈകളിൽ ഒരു വാൾ. അവന്റെ ശബ്ദം ഗുഹയിൽ അലയടിച്ചു. ആരാണെന്നെ ഉണർത്തിയത്? ആരാണെന്റെ വിശ്രമം തടസ്സപ്പെടുത്തിയത്? സിന്ധുബാദ് ഭയന്നു വിറച്ചു. അവന്റെ ഹൃദയം നിലച്ചുപോയതുപോലെ. ഞാൻ സിന്ധുബാദ്, ഞാൻ അബദ്ധവശാൽ. ഭൂതം ചിരിച്ചു. അവന്റെ ചിരി ഭീകരമായിരുന്നു. നീ എന്നെ ഉണർത്തി സിന്ധുബാദ്. അതുകൊണ്ട് നിനക്ക് 3 ആഗ്രഹങ്ങൾ ചോദിക്കാം. ഞാൻ അവയെല്ലാം സാധിപ്പിച്ചു തരാം. സിന്ധുബാദ് അത്ഭുതപ്പെട്ടു. ഭൂതത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും അവനെ നേരിട്ട് കാണുന്നത് ആദ്യമായിട്ടായിരുന്നു. എനിക്ക് ഈ ദ്വീപിൽ നിന്ന് രക്ഷപ്പെടണം. ഭൂതം ചിരിച്ചു. അവന്റെ ചിരി ഭീകരമായിരുന്നു. നീ എന്നെ ഉണർത്തി സിന്ധുബാദ്. അതുകൊണ്ട് നിനക്ക് 3 ആഗ്രഹങ്ങൾ ചോദിക്കാം. ഞാൻ അവയെല്ലാം സാധിപ്പിച്ചു തരാം. സിന്ധുബാദ് അത്ഭുതപ്പെട്ടു. ഭൂതത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും അവനെ നേരിട്ട് കാണുന്നത് ആദ്യമായിട്ടായിരുന്നു. എനിക്ക് ഈ ദ്വീപിൽ നിന്ന് രക്ഷപ്പെടണം, സിന്ധുബാദ് ധൈര്യം സംഭരിച്ചു പറഞ്ഞു. ഭൂതത്തിന്റെ കണ്ണുകളിൽ ഒരുതരം കുസൃതി മിന്നിമറിഞ്ഞു. അതാണോ നിന്റെ ആദ്യത്തെ ആഗ്രഹം? ഞാൻ നിന്നെ ഈ ദ്വീപിൽ നിന്ന് രക്ഷപ്പെടുത്താം. പക്ഷേ എന്ത്? സിന്ധുബാദ് ആകാംക്ഷയോടെ ചോദിച്ചു. എനിക്കൊരു നിബന്ധനയുണ്ട്, ഭൂതം പറഞ്ഞു. അവന്റെ ശബ്ദം ഒരു കൊടുങ്കാറ്റുപോലെ മുഴങ്ങി.
നീ രക്ഷപ്പെട്ടതിനു ശേഷം നീ എന്നെ വീണ്ടും വിളക്കിലടച്ച് കടലിന്റെ ആഴങ്ങളിൽ ഒളിപ്പിക്കണം. അവിടെ 1000 വർഷം ഞാൻ ഉറങ്ങണം. സിന്ധുബാദ് സംശയത്തോടെ ഭൂതത്തെ നോക്കി. ഇതൊരു ചതിയാണെന്ന് അവന് തോന്നി. ഈ ഭൂതത്തിനു പിന്നിൽ ഒരു ദുഷ്ടലാക്കുണ്ടെന്ന് അവന്റെ മനസ്സ് മന്ത്രിച്ചു. അല്ലെങ്കിൽ എന്തിനാണ് ഈ ഭൂതം എന്നെ സഹായിക്കുന്നത്? എനിക്ക് നിന്നോടൊരു പോരാട്ടം നടത്തണം സിന്ധുബാദ്. നിന്റെ ധൈര്യവും ശക്തിയും എനിക്കറിയണം. നീ എന്നെ തോൽപ്പിക്കുകയാണെങ്കിൽ നിന്റെ ആഗ്രഹങ്ങൾ ഞാൻ നിറവേറ്റിത്തരാം. പക്ഷേ നീ തോൽക്കുകയാണെങ്കിൽ നിന്റെ ആത്മാവ് എനിക്കുള്ളതാണ്. സിന്ധുബാദ് ഞെട്ടിപ്പോയി. ഇതവന്റെ മുന്നിൽ വെച്ച ഒരു മരണക്കിണിയായിരുന്നു. ഈ ഭൂതത്തിന്റെ ശക്തിയെക്കുറിച്ച് അവൻ അറിയാമായിരുന്നു. മനുഷ്യന് ഒരു ഭൂതത്തെ തോൽപ്പിക്കാൻ കഴിയുമോ? അവന്റെ ഹൃദയത്തിൽ ഭയം നിറഞ്ഞു. പക്ഷേ രക്ഷപ്പെടാൻ വേറെ വഴിയില്ലായിരുന്നു. ഞാൻ സമ്മതിക്കുന്നു, സിന്ധുബാദ് ധൈര്യം സംഭരിച്ചു പറഞ്ഞു. അവന്റെ ശബ്ദം വിറച്ചു. ഭൂതം ക്രൂരമായി ചിരിച്ചു. നന്നായി സിന്ധുബാദ്, നീ എന്റെ ക്ഷണം സ്വീകരിച്ചിരിക്കുന്നു. ഭൂതം അവന്റെ യഥാർത്ഥ രൂപം പ്രാപിച്ചു. അവന്റെ ശരീരം വലുതായി, കൈകളിൽ ഒരു കൂർത്തവാൾ, കണ്ണുകളിൽ തീക്കനൽ, ഗുഹയുടെ ഉള്ളിൽ വെളിച്ചം നിറഞ്ഞു. സിന്ധുബാദ് പേടിച്ചു. അവന്റെ കയ്യിൽ യാതൊരു ആയുധങ്ങളുമില്ലായിരുന്നു. ഈ ഭീമാകാരനായ ഭൂതത്തെ എങ്ങനെ നേരിടൂ? അവന്റെ മനസ്സിലൂടെ എല്ലാ യാത്രകളിലെയും അനുഭവങ്ങൾ കടന്നുപോയി. റോക്ക് പക്ഷികൾ, നരഭോജികൾ, കാന്തികമല, എല്ലാറ്റിനെയും അവൻ അതിജീവിച്ചു. ഈ ഭൂതത്തെയും അതിജീവിക്കണം. സിന്ധുബാദ് ഓടാൻ തുടങ്ങി. ഭൂതം അവനെ പിന്തുടർന്നു. ഗുഹയുടെ ഉള്ളിൽ ഒരു യുദ്ധക്കളമായി മാറി. ഭൂതത്തിന്റെ വാൾ അവന്റെ അടുത്തേക്ക് പാഞ്ഞുവന്നു. സിന്ധുബാദ് ഒഴിഞ്ഞുമാറി. പാറകളിൽ വാൾ തട്ടി തീപ്പൊരി ചിതറി. സിന്ധുബാദിന് മനസ്സിലായി, ശക്തി കൊണ്ട് ഈ ഭൂതത്തെ തോൽപ്പിക്കാൻ കഴിയില്ല. തന്ത്രം വേണം, ബുദ്ധി വേണം. അവൻ ഗുഹയുടെ ഭിത്തികളിലൂടെ ഓടി. ഗുഹയുടെ മുകളിൽ ഒരു ചെറിയ വിള്ളൽ. അതിലൂടെ നേരത്തെ വെളിച്ചം താഴേക്ക് പതിക്കുന്നുണ്ടായിരുന്നു. അവൻ ആ വിള്ളലിലേക്ക് നോക്കി. ഭൂതം അവന്റെ അടുത്തേക്ക് പാഞ്ഞുവന്നു. നിനക്കെന്നെ തോൽപ്പിക്കാൻ കഴിയില്ല സിന്ധുബാദ്. നിന്റെ ആത്മാവ് എനിക്കുള്ളതാണ്. സിന്ധുബാദ് പെട്ടെന്ന് നിലത്ത് കുനിഞ്ഞു. ഭൂതം അവനെ മറികടന്നുപോയി. അതിന്റെ വാൾ ഗുഹയുടെ ഭിത്തിയിൽ ആഞ്ഞടിച്ചു. ഒരു വലിയ ശബ്ദത്തോടെ പാറകൾ അടർന്നു വീണു. സിന്ധുബാദിനൊരാശയം തോന്നി. ഈ വിളക്കാണ് ഭൂതത്തിന്റെ ശക്തിയുടെ ഉറവിടം. അതിനെ തകർക്കുകയാണെങ്കിൽ ഭൂതത്തെ തോൽപ്പിക്കാൻ കഴിയും. അവൻ ധൃതിയിൽ വിളക്ക് കയ്യിലെടുത്തു. ഭൂതം അവന്റെ നേർക്ക് പാഞ്ഞുവന്നു. സിന്ധുബാദ് വിളക്കുയർത്തി കാണിച്ചു. നിന്റെ ശക്തി ഈ വിളക്കിലാണോ ഭൂതമേ? ഭൂതത്തിന്റെ കണ്ണുകളിൽ ഒരുതരം ഭയം മിന്നിമറഞ്ഞു. ഇല്ല, അത് നിന്റെ തോന്നലാണ്. സിന്ധുബാദ് വിളക്ക് നിലത്തിട്ട് ചവിട്ടി പൊട്ടിച്ചു. ഒരു വലിയ ശബ്ദത്തോടെ വിളക്ക് കഷണങ്ങളായി ചിതറി. വിളക്കിൽ നിന്നൊരു പുകച്ചുരുൾ പുറത്തുവന്നു. ഭൂതം നിലവിളിച്ചു. അവന്റെ ശരീരം ഇളകി മറിയാൻ തുടങ്ങി. ഇല്ല, എന്റെ ശക്തി നശിക്കുന്നു. ഭൂതം നിലവിളിച്ചു. ഭൂതത്തിന്റെ ശരീരം ചുരുങ്ങാൻ തുടങ്ങി. അവന്റെ നീലനിറം മാഞ്ഞു. കണ്ണുകളിലെ തീക്കനൽ അണഞ്ഞു. അവനൊരു നേർത്ത പുകച്ചുരുളായി മാറി. ഗുഹയുടെ ഉള്ളിൽ നിന്ന് ആ പുകച്ചുരുൾ പുറത്തേക്ക് ഒഴുകി നീങ്ങിപ്പോയി. സിന്ധുബാദ് കിതച്ചുനിന്നു. അവൻ ഭീമാകാരനായ ഭൂതത്തെ തോൽപ്പിച്ചിരിക്കുന്നു. അവന്റെ ബുദ്ധിശക്തിക്ക് മുന്നിൽ ഭൂതത്തിന്റെ മാന്ത്രിക ശക്തിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ഞാൻ നിന്നോടൊരു പോരാട്ടത്തിന് വെല്ലുവിളിച്ചു സിന്ധുബാദ്. പക്ഷെ നീ എന്നെ തോൽപ്പിച്ചു. നിന്റെ ആഗ്രഹങ്ങൾ ഞാൻ നിറവേറ്റിത്തരാം. ഭൂതത്തിന്റെ ശബ്ദം ഒരു നേർത്ത കാറ്റുപോലെ അവന്റെ കാതുകളിൽ മുഴങ്ങി. അതൊരു വാഗ്ദാനമായിരുന്നു. സിന്ധുബാദ് ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങി. മരുഭൂമിയിലെ കടലിൽ പ്രേതകപ്പലുകൾ മാഞ്ഞുപോയിരുന്നു. നിഴലുകളും ശബ്ദങ്ങളും ഇല്ലാതായി. സൂര്യൻ ഉദിച്ചുയർന്നു. ഒരു പുതിയ പ്രഭാതം. അവൻ കടൽത്തീരത്തേക്ക് നടന്നു. ഒരു കപ്പൽ അവനെ കാത്തിരുന്നു. അതൊരു സാധാരണ കപ്പലായിരുന്നു. അവന്റെ കപ്പലിന്റെ അത്രയും വലുതായിരുന്നില്ല. പക്ഷെ അത് യാത്ര ചെയ്യാൻ പര്യാപ്തമായിരുന്നു. അതിൽ നാവികരുണ്ടായിരുന്നു. അവർ അവനെ സന്തോഷത്തോടെ സ്വീകരിച്ചു. നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? സിന്ധുബാദ് ചോദിച്ചു. ഞങ്ങളൊരു വലിയ കൊടുങ്കാറ്റിലാടപ്പെട്ടു. ഞങ്ങളുടെ കപ്പൽ തകർന്നു. ഈ ദ്വീപിൽ അഭയം തേടി, ഒരു നാവികൻ പറഞ്ഞു. സിന്ധുബാദ് അവരോടൊപ്പം യാത്ര ചെയ്യാൻ സമ്മതിച്ചു. അവന്റെ മനസ്സ് സന്തോഷത്താൽ നിറഞ്ഞു. ഈ യാത്രയിലെ അനുഭവങ്ങൾ അവനെ ഒരുപാട് പാഠങ്ങൾ പഠിപ്പിച്ചു. മാന്ത്രിക ശക്തിയേക്കാൾ വലുതാണ് മനുഷ്യന്റെ ബുദ്ധിയും ധൈര്യവുമെന്ന് അവൻ മനസ്സിലാക്കി. കപ്പൽ മുന്നോട്ടു നീങ്ങി. മരുഭൂമിയിലെ കടൽ അവരെ വഴിയയച്ചു. ദൂരെ ഒരു പുതിയ ദ്വീപിന്റെ നിഴൽ കണ്ടു. ആ ദ്വീപിലേക്ക് നോക്കിയപ്പോൾ സിൻബാദിന്റെ ഹൃദയം ഒരു നിമിഷം നിലച്ചുപോയി. അതൊരു കൂറ്റൻ ഘടികാരത്തിന്റെ രൂപത്തിലുള്ള ദ്വീപായിരുന്നു. അതിന്റെ ഓരോ പാറക്കെട്ടുകളും ഒരു തരം പഴയ കല്ലുകളിൽ കൊത്തിയെടുത്ത ചിഹ്നങ്ങൾ. അവിടെ ഒരു വൃദ്ധൻ അവനെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. അവന്റെ കണ്ണുകളിൽ കാലത്തിന്റെ രഹസ്യം ഒളിഞ്ഞിരുന്നു. ആരാണീ വൃദ്ധൻ? ഈ ദ്വീപിനെന്താണ് പറയാനുള്ളത്? സിൻബാദ് തന്റെ കയ്യിലെ വജ്രങ്ങളെ നോക്കി. അവ മരതക കല്ലുകളായി മാറിയിരിക്കുന്നു. കാലം അവനെ വിഴുങ്ങാനൊരുങ്ങുമുണ്ടായിരുന്നു. കപ്പൽ മെല്ലെ ഘടികാര ദ്വീപിനടുത്തേക്ക് നീങ്ങി. ദ്വീപിന്റെ ഓരോ ഭാഗവും ഒരു വലിയ ക്ലോക്കിന്റെ ഭാഗങ്ങളെപ്പോലെ തോന്നിപ്പിച്ചു.
കൂറ്റൻ പാറകൾ സൂചികളെപ്പോലെ ആകാശത്തേക്ക് ഉയർന്നു നിന്നു. പാറക്കെട്ടുകളിൽ കൊത്തിയെടുത്ത ചിഹ്നങ്ങൾക്ക് ഒരു തരം പുരാതനമായ മാന്ത്രികതയുണ്ടായിരുന്നു. കാറ്റിനുപോലും ഒരു തരം സമയത്തിന്റെ ശബ്ദം. ടിക് ടോക്ക്, ടിക് ടോക്ക്. സിൻബാദ് കപ്പലിൽ നിന്ന് ഇറങ്ങി. അവന്റെ കാലുകൾ നിലത്തുറച്ചപ്പോൾ അവനൊരു തരം വിചിത്രമായ അനുഭവം തോന്നി. അവന്റെ ചുറ്റുമുള്ളതെല്ലാം ഒരു തരം മാന്ത്രികതയിലെന്ന പോലെ നീങ്ങുന്നു. സമയം അവിടെ സാധാരണഗതിയിലായിരുന്നില്ല. ചിലപ്പോൾ അത് വേഗത്തിൽ ഒഴുകി നീങ്ങുന്നു, ചിലപ്പോൾ സാവധാനം. കരയിൽ കണ്ട വൃദ്ധൻ അവനെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. അവന്റെ ശരീരം മെലിഞ്ഞതായിരുന്നു. നീളമുള്ള വെള്ളത്താടിയും തലയിലൊരു മാന്ത്രിക തൊപ്പിയും. അവന്റെ കയ്യിൽ ഒരു പഴയ പുസ്തകം. "വരൂ സിൻബാദ്, നിനക്കായി ഞാൻ കാത്തിരിക്കുകയായിരുന്നു," വൃദ്ധൻ പറഞ്ഞു. അവന്റെ ശബ്ദം ഒരുപാട് കാലങ്ങൾക്കപ്പുറത്ത് നിന്ന് വന്നതുപോലെ തോന്നി. സിൻബാദ് അത്ഭുതപ്പെട്ടു. "താങ്കൾക്ക് എന്നെ എങ്ങനെ അറിയാം?" "ഈ ദ്വീപിൽ കാലത്തിനു രഹസ്യങ്ങളില്ല സിൻബാദ്. ഞങ്ങൾക്കെല്ലാം കാണാൻ കഴിയും, കഴിഞ്ഞതും ഭാവിയും." വൃദ്ധൻ സിൻബാദിനെ ഒരു വലിയ ക്ഷേത്രത്തിനകത്തേക്ക് കൊണ്ടുപോയി. അതൊരു പുരാതന ക്ഷേത്രമായിരുന്നു. അതിൻ്റെ ചുവരുകളിൽ സമയത്തെക്കുറിച്ചുള്ള ചിത്രങ്ങളും ചിഹ്നങ്ങളും കൊത്തിവെച്ചിരുന്നു. നടുവിൽ ഒരു വലിയ മണൽ ഘടികാരം. അതിലെ മണൽ സാധാരണഗതിയിലായിരുന്നില്ല ഒഴുകുന്നത്. ചിലപ്പോൾ അത് വേഗത്തിൽ താഴേക്ക് വീഴുന്നു, ചിലപ്പോൾ നിശ്ചലമായി നിൽക്കുന്നു. "ഇതാണ് കാലത്തിൻ്റെ ക്ഷേത്രം," വൃദ്ധൻ പറഞ്ഞു. "ഇവിടെയാണ് ഞങ്ങളുടെ പൂർവികർ കാലത്തിൻ്റെ രഹസ്യങ്ങൾ കണ്ടെത്തിയത്." സിൻബാദ് ചുറ്റും നോക്കി. ക്ഷേത്രത്തിൻ്റെ ഭിത്തികളിൽ ചില ചിത്രങ്ങൾ അവനെ ആകർഷിച്ചു. ഒരു കപ്പൽ ഛേദം, ഒരു റോക്ക് പക്ഷി, ഒരു ഭീമാകാരനായ പാമ്പ്, നരഭോജികൾ, ഒരു പറക്കും നഗരം. അവൻ്റെ എല്ലാ യാത്രകളും അതിൽ ചിത്രീകരിച്ചിരിക്കുന്നു. "എൻ്റെ യാത്രകൾ?" സിൻബാദ് അത്ഭുതത്തോടെ പറഞ്ഞു. "ഇതെല്ലാം എവിടെ നിന്നാണ് നിങ്ങൾക്ക് ലഭിച്ചത്?" "ഇവ പ്രവചനങ്ങളാണ് സിൻബാദ്. ഓരോ സഞ്ചാരിയുടെയും ജീവിതം ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്," വൃദ്ധൻ മറുപടി നൽകി. അവനൊരു പ്രത്യേക ഭിത്തിയിലേക്ക് സിൻബാദിനെ നയിച്ചു. അവിടെ സിൻബാദിന്റെ ചിത്രത്തിന് താഴെ ഒരു തരം പുരാതന ഭാഷയിൽ ചില വാക്കുകൾ എഴുതിയിരിക്കുന്നു. "ഇത് താങ്കളുടെ ഭാവിയെക്കുറിച്ചുള്ള പ്രവചനമാണ്," വൃദ്ധൻ പറഞ്ഞു. "താങ്കളുടെ അവസാനത്തെ യാത്ര, താങ്കളുടെ ജീവിതത്തിന്റെ അർത്ഥം." സിൻബാദ് അത് ആകാംക്ഷയോടെ വായിച്ചു. അവനത് പൂർണ്ണമായും മനസ്സിലായില്ല. പക്ഷേ ഒരു കാര്യം അവന് വ്യക്തമായി. അവന്റെ അവസാനത്തെ യാത്ര ഒരു വലിയ ത്യാഗത്തിന്റെ യാത്രയായിരിക്കും. "എന്താണിതിന്റെ അർത്ഥം?" സിൻബാദ് ചോദിച്ചു. "ഓരോ യാത്രയ്ക്കും ഓരോ അർത്ഥമുണ്ട് സിൻബാദ്. ആദ്യ യാത്ര സാഹസികതയെക്കുറിച്ചായിരുന്നു, അടുത്തത് അത്യാഗ്രഹത്തെക്കുറിച്ച്, പിന്നീട് ഭയത്തെയും ധൈര്യത്തെയും കുറിച്ച്. ഈ യാത്ര സമയത്തെക്കുറിച്ചും വിധിയെക്കുറിച്ചുമാണ്. അടുത്ത യാത്ര അത് ത്യാഗത്തെക്കുറിച്ചാണ്." സിൻബാദിന്റെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു. "ഈ ദ്വീപിൽ സമയം വ്യത്യസ്തമായി ഒഴുകുന്നുവെന്ന് എനിക്കറിയാം," സിൻബാദ് പറഞ്ഞു. "എന്റെ കയ്യിലെ വജ്രങ്ങൾ മരതകങ്ങളായി മാറി." വൃദ്ധൻ ചിരിച്ചു. "അതെ, ഇവിടെ സമയം ഒരു മിഥ്യയാണ്. ചിലപ്പോൾ അത് വേഗത്തിൽ പോകും, ചിലപ്പോൾ സാവധാനം. ഇവിടെ ജീവിക്കുന്നവർക്ക് സമയം ഒരു പ്രശ്നമല്ല, പക്ഷേ പുറത്തുനിന്നുള്ളവർക്ക് അതൊരു വലിയ വെല്ലുവിളിയാണ്. ഈ സമയത്തെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയുമോ?" "നിയന്ത്രിക്കാൻ സാധിക്കും, പക്ഷേ അതിന് വലിയ വില നൽകേണ്ടി വരും. പ്രകൃതിയുടെ നിയമങ്ങളെ ധിക്കരിക്കാൻ പാടില്ല സിൻബാദ്. നമ്മൾ കാലത്തിൻ്റെ അടിമകളാണ്. അതിനെ നിയന്ത്രിക്കാൻ ശ്രമിച്ചാൽ അത് നമ്മളെ നശിപ്പിക്കും." സിൻബാദിന് അവൻ്റെ പഴയ ഓർമ്മകൾ തിരിച്ചുവന്നു. പ്രകൃതിയെ ധിക്കരിച്ച നഗരങ്ങൾ നശിച്ചു. അത്യാഗ്രഹികളായ വ്യാപാരികൾക്ക് എല്ലാം നഷ്ടപ്പെട്ടു. അഹങ്കാരം മനുഷ്യനെ നാശത്തിലേക്ക് നയിക്കും. വൃദ്ധൻ സിൻബാദിന് ഉപദേശം നൽകി. "ഓരോ യാത്രയും ഒരു പാഠമാണ്. ഓരോ അപകടവും ഒരു പുതിയ കാഴ്ചപ്പാടാണ്. നീ ഒരുപാട് ദൂരം സഞ്ചരിച്ചു, ഒരുപാട് കാര്യങ്ങൾ കണ്ടു. ഇപ്പോൾ നിനക്ക് ജ്ഞാനം ലഭിച്ചിരിക്കുന്നു. നിന്റെ അവസാനത്തെ യാത്ര ഒരു ത്യാഗത്തിൻ്റെ യാത്രയായിരിക്കും. അത് നിന്റെ ജീവിതത്തിന് അർത്ഥം നൽകും." സിൻബാദ് വൃദ്ധന് നന്ദി പറഞ്ഞു. അവൻ്റെ മനസ്സിൽ ഒരു പുതിയ വെളിച്ചം നിറഞ്ഞു. അവൻ്റെ യാത്രകൾ വെറും സാഹസികതയായിരുന്നില്ല, അത് ജീവിതത്തിൻ്റെ അർത്ഥം കണ്ടെത്താനുള്ള ഒരു യാത്രയായിരുന്നു. അവന് ക്ഷേത്രത്തിൽ നിന്ന് പുറത്തിറങ്ങി കപ്പലിൽ തിരികെ കയറാൻ ഒരുങ്ങി. സിൻബാദ്, വൃദ്ധൻ അവനെ വിളിച്ചു. "വേഗം പോകുക, സമയം നിനക്കുവേണ്ടി കാത്തിരിക്കില്ല." സിൻബാദ് വേഗത്തിൽ കപ്പലിലേക്ക് കയറി. കപ്പൽ ദ്വീപിൽ നിന്ന് അകന്നു. പക്ഷേ അവനൊരു അത്ഭുതകരമായ കാഴ്ച കണ്ടു. ദ്വീപിലെ സമയം വേഗത്തിലാകാൻ തുടങ്ങി. മരങ്ങൾ വേഗത്തിൽ വളർന്നു, പൂക്കൾ വിരിഞ്ഞു വാടിപ്പോയി. ഒരു ഞൊടിയിടയിൽ ദ്വീപ് മുഴുവൻ മാറാൻ തുടങ്ങി.
വൃദ്ധൻ അവന്റെ ശരീരം ചുക്കിച്ചുളിയാൻ തുടങ്ങി. അവന്റെ താടി കൂടുതൽ നീണ്ടു, അവന്റെ മുടി നരച്ചു. അവൻ പെട്ടെന്ന് വൃദ്ധനായി, പിന്നെ ഒരു മരമായി മാറി, പിന്നെ ഒരു മരത്തടിയായി നിലംപതിച്ചു. സിന്ദ്ബാദ് പേടിച്ചുപോയി. സമയം അവനെ വിഴുങ്ങാനൊരുങ്ങുന്നുണ്ടായിരുന്നോ? ഈ ദ്വീപ് അവനെ കെണിയിലാക്കാൻ ശ്രമിച്ചോ? അവന്റെ കൈയിലെ മരതകക്കല്ലുകൾ വീണ്ടും വജ്രങ്ങളായി മാറി. അവൻ തന്റെ ശരീരത്തിലേക്ക് നോക്കി. ഒരു ഞൊടിയിടയിൽ അവന്റെ മുടി നരയ്ക്കുന്നതുപോലെ തോന്നി. അവന്റെ ശരീരം ചുക്കിച്ചുളിയുന്നതുപോലെ തോന്നി. അവൻ പേടിച്ച് കണ്ണുകളടച്ചു. ഇല്ല, എനിക്ക് വൃദ്ധനാകാൻ കഴിയില്ല. അവന്റെ മനസ്സിലൊരു നിലവിളി ഉയർന്നു. കപ്പലിലെ നാവികർ പരിഭ്രാന്തരായി. ക്യാപ്റ്റൻ, സിന്ദ്ബാദിനെന്താ പറ്റിയത്? സിന്ദ്ബാദിന്റെ ശരീരം വിറച്ചു. അവന്റെ ഹൃദയമിടിപ്പ് കൂടി. അവൻ വേഗത്തിൽ കപ്പലോടിക്കാൻ പറഞ്ഞു. ഒരു നിമിഷം കൊണ്ട് സിന്ദ്ബാദിന്റെ മുടി നരച്ചു. അവന്റെ ശരീരം ചുക്കിച്ചുളിഞ്ഞു. കാലം അവനെ വിഴുങ്ങാൻ തുടങ്ങി. അവന്റെ കയ്യിലെ വജ്രങ്ങൾ വീണ്ടും മരതകക്കല്ലുകളായി മാറി. അവന്റെ മുന്നിൽ കടലൊരു വലിയ ശൂന്യതയായി പരന്നുകിടന്നു. എവിടെയാണ് തന്റെ രക്ഷ? കാലത്തിനവനെ കീഴടക്കാൻ കഴിയുമോ? അവന്റെ കണ്ണുകളിൽ ഒരുതരം ഭയം നിറഞ്ഞു. സിന്ദ്ബാദിന്റെ ശരീരം വിറച്ചു. അവന്റെ ഹൃദയം നിലച്ചു പോകുന്നതുപോലെ തോന്നി. അവൻ തന്റെ മുടിയിൽ തൊട്ടു. അത് നരച്ചിരിക്കുന്നു. അവന്റെ കൈകളിലെ ചർമ്മം ചുക്കിച്ചുളിഞ്ഞിരിക്കുന്നു. ഒരു ഞൊടിയിടയിൽ അവനൊരു വൃദ്ധനായി മാറിയിരിക്കുന്നു. കാലത്തിന്റെ ദ്വീപിന്റെ ശാപം അവനെ പിടികൂടിയിരിക്കുന്നു. ഇല്ല, എനിക്ക് വൃദ്ധനാകാൻ കഴിയില്ല, അവൻ നിലവിളിച്ചു. അവന്റെ ശബ്ദം ദുർബലമായിരുന്നു. കപ്പലിലെ നാവികർ പേടിച്ചുപോയി. അവർ സിന്ദ്ബാദിനെ അത്ഭുതത്തോടെ നോക്കി. അവന്റെ ശരീരത്തിന് ഒരുതരം മാറ്റം വരുന്നു. പെട്ടെന്ന് അവന്റെ ശരീരത്തിലെ മാറ്റങ്ങൾ നേരിയ തോതിൽ കുറയാൻ തുടങ്ങി. നരച്ച മുടിക്ക് കറുപ്പ് നിറം വന്നു. ചുക്കിച്ചുളിഞ്ഞ ചർമ്മം പതിയെ പഴയ പടിയിലായി. അവന്റെ കൈയിലെ മരതകക്കല്ലുകൾ വീണ്ടും വജ്രങ്ങളായി മാറി. എന്താ ഇത്? സിന്ദ്ബാദ് അത്ഭുതത്തോടെ ചോദിച്ചു. നമ്മൾ കാലത്തിന്റെ ദ്വീപിന്റെ അതിരുകൾ കടന്നിരിക്കുന്നു, ക്യാപ്റ്റൻ പറഞ്ഞു. അതിന്റെ ശക്തി നമ്മളെ വിട്ടുപോയിരിക്കുന്നു. സിന്ദ്ബാദ് ആശ്വസിച്ചു. അവൻ മരണത്തിന്റെ വായിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു. പക്ഷേ കാലം അവനെ ഓർമ്മിപ്പിച്ചു. അവന്റെ ജീവിതം എത്ര വിലപ്പെട്ടതാണെന്ന. അവൻ ആ ദ്വീപിലേക്ക് നോക്കി. അതൊരു ചെറിയ പുട്ടുപോലെ അകന്നുപോകുന്നു. അവിടെ കണ്ട വൃദ്ധന്റെ വാക്കുകൾ അവന്റെ മനസ്സിൽ മുഴങ്ങി. നിന്റെ അവസാനത്തെ യാത്ര ഒരു ത്യാഗത്തിന്റെ യാത്രയായിരിക്കും. സിന്ദ്ബാദ് തന്റെ കപ്പലിലെ നാവികരുമായി മുൻപോട്ട് നീങ്ങി. അവന്റെ മനസ്സിൽ ഒരു ലക്ഷ്യം മാത്രം: ബാഗ്ദാദിലേക്ക് മടങ്ങണം. തന്റെ അമ്മയെയും പിതാവിനെയും കാണണം. അവർ അവനെ കാത്തിരിക്കുന്നുണ്ടാകും. അവൻ ഈ യാത്രകളിലൂടെ ഒരുപാട് മാറിപ്പോയിരിക്കുന്നു. പണത്തിനോ പ്രശസ്തിക്കോ വേണ്ടി അലഞ്ഞ സിന്ദ്ബാദ് ഇപ്പോൾ ജ്ഞാനവും അനുഭവസമ്പത്തും നേടിയ ഒരു പുതിയ മനുഷ്യനാണ്. അവന്റെ ഹൃദയത്തിൽ സ്നേഹവും ദയയും നിറഞ്ഞു. ദിവസങ്ങൾ കടന്നുപോയി. കടൽ ശാന്തമായിരുന്നു. ആകാശം നീലനിറത്തിൽ തിളങ്ങി. ഒരു സാധാരണ യാത്രയായിരുന്നു അത്. പെട്ടെന്ന് ദൂരെ ചക്രവാളത്തിൽ ഒരു ഇരുണ്ട നിഴൽ കണ്ടു. അത് വലുതായി വലുതായി വന്നു. ഒരു പുതിയ ദ്വീപ്. അതൊരു അപകടകരമായ ദ്വീപാണ്, ക്യാപ്റ്റൻ പറഞ്ഞു. അത് മരണത്തിന്റെ ദ്വീപാണ്. അവിടേക്ക് പോകരുത്. നാവികർ ഭയന്നു. ആ ദ്വീപിൽ ഒരു ഭീകരജീവി വസിക്കുന്നുണ്ടെന്നും അത് എല്ലാ വർഷവും ഒരു മനുഷ്യനെ ബലിയർപ്പിക്കാറുണ്ടെന്നും അവർ പറഞ്ഞു. ആ ദ്വീപിലേക്ക് പോകുന്ന കപ്പലുകൾ ആരും തിരികെ വന്നിട്ടില്ല. സിന്ദ്ബാദ് ആ ദ്വീപിലേക്ക് നോക്കി. അതിന്റെ മുകളിൽ ഒരു കറുത്ത മേഘം ചുറ്റിക്കറങ്ങുന്നു. ഒരുതരം ഭീകരമായ ഗന്ധം കാറ്റിലൊഴുകി വരുന്നു. നമ്മൾ അവിടെ പോകണം, സിന്ദ്ബാദ് പറഞ്ഞു. ആ നിസ്സഹായരായ മനുഷ്യരെ സഹായിക്കണം. നാവികർ ഭയന്നു. പാടില്ല, അവിടെ പോകരുത്, അത് നമ്മളെയും കൊല്ലും. ഞാൻ അവിടെ പോകും, സിന്ദ്ബാദ് ഉറക്കെ പറഞ്ഞു. അവന്റെ കണ്ണുകളിൽ ധൈര്യം നിറഞ്ഞു. എനിക്കെന്റെ കടമ നിറവേറ്റണം. കപ്പൽ മരണത്തിന്റെ ദ്വീപിലേക്ക് നീങ്ങി. കരയിൽ ഒരു വലിയ കറുത്ത ഗുഹ. അതിൽ നിന്ന് ഒരുതരം ഭീകരമായ ശബ്ദം പുറത്തുവരുന്നു. ദ്വീപിലെ ആളുകൾ ഭയന്നു വിറച്ച് ഓടുന്നു. അവരുടെ മുഖത്ത് ഭയം നിഴലിച്ചിരുന്നു. അവർ സിന്ദ്ബാദിനെ അത്ഭുതത്തോടെ നോക്കി. ആരാണ് നിങ്ങൾ? നിങ്ങൾ എന്തിനാണിവിടെ വന്നത്? ഞാൻ സിന്ദ്ബാദ്, അവൻ മറുപടി പറഞ്ഞു. ഞാൻ നിങ്ങളെ സഹായിക്കാൻ വന്നതാണ്. ഞങ്ങളെ ആർക്കും സഹായിക്കാൻ കഴിയില്ല, സ്ത്രീ കരഞ്ഞു പറഞ്ഞു. ഈ ഭീകരജീവി എല്ലാ വർഷവും ഒരാളെ ബലിയർപ്പിക്കും. ഈ വർഷം എന്റെ മകളെയാണ് അവർ ബലിയർപ്പിക്കാൻ പോകുന്നത്. സിന്ദ്ബാദ് ദ്വീപിലെ ആളുകളുമായി സംസാരിച്ചു. ആ ഭീകരജീവിക്ക് ഒരു യഥാർത്ഥ രൂപമില്ലെന്ന് അവന് മനസ്സിലായി.
അത് മനുഷ്യന്റെ ഭയത്തിൽ ജീവിക്കുന്ന ഒരു രൂപമാണ്. ആളുകൾ ഭയക്കുമ്പോൾ അത് ശക്തി പ്രാപിക്കും. അവർ ഭയമില്ലാതെ ജീവിക്കാൻ തുടങ്ങിയാൽ ആ ജീവിക്ക് ശക്തി നഷ്ടപ്പെടും. നമ്മൾ അതിനെ ഭയപ്പെടരുത്, സിന്ദ്ബാദ് ഉറക്കെ പറഞ്ഞു. നമ്മൾ ഒരുമിച്ച് നിന്നാൽ അതിനെ തോൽപ്പിക്കാൻ കഴിയും. ആളുകൾക്ക് അവന്റെ വാക്കുകളിൽ വിശ്വാസം തോന്നിയില്ല. നൂറ്റാണ്ടുകളായി അവർ ആ ഭീകരജീവിയെ പേടിച്ച് ജീവിക്കുകയായിരുന്നു. ഞാൻ അതിനെ നേരിടും, സിന്ദ്ബാദ് പറഞ്ഞു. നിങ്ങൾ ഭയപ്പെടരുത്. അവൻ ഗുഹയുടെ അടുത്തേക്ക് നടന്നു. ഗുഹയുടെ ഉള്ളിൽ നിന്ന് ഒരുതരം ഭീകരമായ ശബ്ദം പുറത്തുവരുന്നു. ഒരു വലിയ പുകച്ചുരുൾ ഗുഹയിൽ നിന്ന് പുറത്തേക്ക് വന്നു. ഒരു ഭീകരരൂപിയായ നിഴൽ. സിന്ദ്ബാദ് വാളൂരിയെടുത്തു. അവന്റെ കണ്ണുകളിൽ ഭയമില്ലായിരുന്നു. അവന്റെ ഹൃദയം ധൈര്യത്താൽ നിറഞ്ഞു. അവൻ ആ നിഴലിന്റെ നേർക്ക് പാഞ്ഞെടുത്തു. ആ നിഴലിന് ഒരു യഥാർത്ഥ രൂപമില്ലായിരുന്നു. വാൾ അതിലൂടെ കടന്നുപോയി. സിന്ദ്ബാദ് ചിന്തിച്ചു, ഇതിനെ എങ്ങനെ തോൽപ്പിക്കും? ഇത് ഭയത്തിൽ ജീവിക്കുന്ന ഒരു രൂപമാണ്. അതിനെ ഭയമില്ലാതെ നേരിടണം. അവൻ വാൾ താഴെയിട്ടു. ആ നിഴലിന്റെ നേർക്ക് നടന്നു. അവന്റെ മുഖത്ത് ഒരു തരം ധൈര്യം. അവന്റെ കണ്ണുകളിൽ ഭയമില്ലായിരുന്നു. ഞാൻ നിന്നെ ഭയപ്പെടുന്നില്ല, സിന്ദ്ബാദ് ഉറക്കെ പറഞ്ഞു. നിനക്ക് എന്റെ ആത്മാവിനെ എടുക്കാൻ കഴിയില്ല. സിന്ദ്ബാദിന്റെ വാക്കുകൾ ആ നിഴലിന്റെ ശരീരത്തിൽ ഒരു തരം കമ്പനം സൃഷ്ടിച്ചു. അത് ദുർബലമാകാൻ തുടങ്ങി. അതിന്റെ രൂപം ചെറുതായി. അതിന്റെ കണ്ണുകളിലെ തീവ്രത കുറഞ്ഞു. അത് നിലവിളിച്ചു, ഒരു തരം വേദനയുടെ നിലവിളി. മനുഷ്യന്റെ ഭയം നഷ്ടപ്പെട്ടപ്പോൾ അത് ദുർബലമായി. ഒരു ഞൊടിനേരത്തിൽ ആ നിഴൽ പൂർണ്ണമായും അപ്രത്യക്ഷമായി. ദ്വീപിലെ ആളുകൾ അത്ഭുതപ്പെട്ടു. അവർ സന്തോഷത്താൽ നിലവിളിച്ചു, വിന്ദ്ബാദ്, സിന്ദ്ബാദ്. സിന്ദ്ബാദ് അവരുടെ വീരനായകനായി മാറി. അവർ അവനെ രാജാവാക്കാൻ ആഗ്രഹിച്ചു. സിന്ദ്ബാദ്, താങ്കൾ ഞങ്ങളുടെ രാജാവാകണം. താങ്കൾ ഞങ്ങളെ രക്ഷിച്ചു. സിന്ദ്ബാദ് അവരുടെ സ്നേഹം കണ്ടു. അവൻ സന്തോഷിച്ചു. പക്ഷേ അവന്റെ ഹൃദയം ബാഗ്ദാദിനെ തേടി. അവന്റെ അമ്മയെയും പിതാവിനെയും കാണണം. എനിക്ക് ബാഗ്ദാദിലേക്ക് മടങ്ങണം, സിന്ദ്ബാദ് പറഞ്ഞു. എനിക്കെന്റെ കടമകൾ പൂർത്തിയാക്കണം. അവർ അവനൊരു പുതിയ കപ്പലൊരുക്കി. മനോഹരമായൊരു കപ്പൽ, എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഒരു കപ്പൽ. സിന്ദ്ബാദ് അവരോട് വിട പറഞ്ഞു. അവന്റെ മനസ്സിൽ ഒരു തരം സന്തോഷവും ദുഃഖവും നിറഞ്ഞു. കപ്പൽ മുന്നോട്ട് നീങ്ങി. കടൽ ശാന്തമായിരുന്നു. ആകാശം നീലനിറത്തിൽ തിളങ്ങി. ബാഗ്ദാദിലേക്ക്, അവന്റെ വീട്ടിന്റെ അടുത്തേക്ക്. പെട്ടെന്ന് ആകാശത്തിൽ ഇരുണ്ട മേഘങ്ങൾ ഉരുണ്ടുകൂടി. കടൽ പ്രക്ഷുബ്ധമായി. ശക്തമായ കാറ്റ് വീശിയടിച്ചു. ഒരു വലിയ കൊടുങ്കാറ്റ്. സിന്ദ്ബാദ് ഭയന്നു. എന്തായത്? എന്തിനാണീ കടൽ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? മിന്നൽ പിണറുകൾ ആകാശപ്പ് വെട്ടിത്തിളങ്ങി. ഇടിനാദം കടലിനെ വിറപ്പിച്ചു. കപ്പൽ ഒരു ചെറിയ കളിപ്പാട്ടം പോലെ തിരമാലകളിൽ ആടിയുലഞ്ഞു. ഒരു വലിയ തിരമാല കപ്പലിന്റെ മുകളിലേക്ക് ആഞ്ഞടിച്ചു. കപ്പൽ തകർന്നു. സിൻബാദ് കടലിലേക്ക് വലിച്ചെറിയപ്പെട്ടു. അവന്റെ ബോധം നഷ്ടപ്പെട്ടു. കടൽ അവനെ വിഴുങ്ങി. ബാഗ്ദാദ് ഒരു സ്വപ്നം മാത്രമായിരുന്നോ? അവന്റെ കണ്ണുകൾ ഇരുട്ടിലേക്ക് മാഞ്ഞു. അവന്റെ ശരീരം ആഴങ്ങളിലേക്ക് താണുപോയി. തണുത്ത കടൽവെള്ളം അവനെ ബോധമില്ലാതെ വലിച്ചുകൊണ്ടുപോയി. അവന്റെ ശ്വാസം നിലച്ചുവെന്നു തോന്നി. അനേകം തിരമാലകൾ അവന്റെ ശരീരത്തെ കടൽത്തട്ടിലേക്ക് വലിച്ചിഴയ്ക്കാൻ ശ്രമിച്ചു. അവന്റെ യാത്രകൾ, കണ്ട കാഴ്ചകൾ, കേട്ട കഥകൾ എല്ലാം ഒരു മിന്നൽ പിണർ പോലെ അവന്റെ മനസ്സിലൂടെ കടന്നുപോയി. ഇതാണോ തന്റെ അന്ത്യം? ഈ സാഹസികതയ്ക്കൊടുവിൽ മരണം മാത്രമാണോ കാത്തിരിക്കുന്നത്? മണിക്കൂറുകളോളം അവൻ കടലിൽ ഒഴുകി നീങ്ങി. ഒരു ബോധമില്ലാത്ത ശരീരം മാത്രം. സൂര്യന്റെ ചൂടേറ്റു. തിരമാലകളുടെ താളത്തിനനുസരിച്ച് അവന്റെ ശരീരം ആടിയുലഞ്ഞു. അവന്റെ അവസാനത്തെ കപ്പലും തകർന്നു. അവന്റെ എല്ലാ പ്രതീക്ഷകളും കടലിൽ മുങ്ങിപ്പോയെന്ന് അവന് തോന്നി. പെട്ടെന്ന് അവന്റെ ശരീരത്തിൽ ഒരു വലിയ കയർ തടഞ്ഞു. ഒരു വലിയ കപ്പലിൽ നിന്ന് വലിച്ചിട്ട കയറായിരുന്നു അത്. ചിലരുടെ കൈകൾ അവനെ വെള്ളത്തിൽ നിന്ന് മുകളിലേക്ക് ഉയർത്തി. ഒരു കച്ചവടക്കപ്പലായിരുന്നു അത്. നാവികർ അവനെ കപ്പലിന്റെ പലകയിലേക്കെടുത്തു. അവന്റെ ശരീരം തണുത്തുറഞ്ഞിരുന്നു. അവന്റെ ശ്വാസം നേർത്തു കേൾക്കാം. ഈ മനുഷ്യൻ ജീവനോടെ ഉണ്ടല്ലോ, ഒരു നാവികൻ അത്ഭുതത്തോടെ പറഞ്ഞു. അവർ അവന് ചൂടുവെള്ളം നൽകി, വസ്ത്രങ്ങൾ മാറ്റി, ഭക്ഷണം നൽകി. സിൻബാദ് പതിയെ കണ്ണു തുറന്നു. അവന്റെ ചുണ്ടുകളിൽ ഒരു നേർത്ത പുഞ്ചിരി വിടർന്നു. അവൻ ജീവിച്ചിരിക്കുന്നു. കടൽ അവനെ കൈവിട്ടില്ല. നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് സഞ്ചാരി? കപ്പലിന്റെ ക്യാപ്റ്റൻ ചോദിച്ചു. ഞാൻ ബാഗ്ദാദിൽ നിന്നാണ്, സിൻബാദ് ദുർബലമായ ശബ്ദത്തിൽ പറഞ്ഞു.
എനിക്ക് ബാഗ്ദാദിലേക്ക് മടങ്ങണം. ക്യാപ്റ്റൻ അവനെ സഹായിക്കാമെന്ന് സമ്മതിച്ചു. കപ്പൽ ബാഗ്ദാദിലേക്ക് യാത്ര തുടങ്ങി. സിൻബാദ് കപ്പലിന്റെ ചുവരുകളിൽ ചാരിയിരുന്നു. അവന്റെ മനസ്സ് സന്തോഷത്താൽ നിറഞ്ഞു. ഒടുവിൽ അവൻ വീട്ടിലേക്ക് മടങ്ങുന്നു. അവന്റെ യാത്രകൾ അവസാനിച്ചിരിക്കുന്നു. ഓരോ ദിവസവും അവന്റെ ശരീരം ശക്തി പ്രാപിച്ചു. അവന്റെ മനസ്സിൽ ബാഗ്ദാദിന്റെ ഓർമ്മകൾ നിറഞ്ഞു. ടൈഗ്രിസ് നദി, അവന്റെ കൊട്ടാരം, അവന്റെ കുടുംബം, അവരെല്ലാം അവനെ കാത്തിരിക്കുമുണ്ടാനും. ദിവസങ്ങൾ കടന്നുപോയി. ദൂരചക്രവാളത്തിൽ ബാഗ്ദാദിന്റെ മിനാരങ്ങൾ കണ്ടുതുടങ്ങി. സൂര്യന്റെ വെളിച്ചത്തിൽ അവ സ്വർണവർണ്ണത്തിൽ തിളങ്ങി. സിൻബാദിന്റെ കണ്ണുകൾ സന്തോഷത്താൽ നിറഞ്ഞു. അവൻ വീട്ടിലേക്ക് മടങ്ങുന്നു. കപ്പൽ ബാഗ്ദാദിലെ തുറമുഖത്തേക്ക് അടുക്കാറായി. സിൻബാദ് കപ്പലിൽ നിന്നിറങ്ങി. അവന്റെ ശരീരം ക്ഷീണിതമായിരുന്നു. അവന്റെ വസ്ത്രങ്ങൾ കീറിപ്പറിഞ്ഞിരുന്നു. അവൻ ഒരുപാട് ദൂരം സഞ്ചരിച്ചതിന്റെ അടയാളങ്ങൾ അവന്റെ ശരീരത്തിലുണ്ടായിരുന്നു. അവൻ നഗരത്തിലേക്ക് നടന്നു. ബാഗ്ദാദ് പഴയതുപോലെ തന്നെ. സുഗന്ധദ്രവ്യങ്ങളുടെയും പട്ടുതുണികളുടെയും ഗന്ധം, കച്ചവടക്കാരുടെ ശബ്ദം. പക്ഷേ സിൻബാദ് മാറിപ്പോയിരുന്നു. അവന്റെ കണ്ണുകളിൽ ജ്ഞാനത്തിന്റെ തിളക്കം, അവന്റെ മുഖത്ത് അനുഭവങ്ങളുടെ പാടുകൾ. അവൻ തന്റെ കൊട്ടാരത്തിലേക്ക് നടന്നു. വാതിലിൽ മുട്ടി. ഒരു വൃദ്ധനായ കാവൽക്കാരൻ വാതിൽ തുറന്നു. "ആരാണ് നിങ്ങൾ? നിങ്ങൾക്കെന്താണ് വേണ്ടത്?" കാവൽക്കാരൻ ചോദിച്ചു. "ഞാൻ സിൻബാദ്. ഇതെന്റെ വീടാണ്," അവൻ പറഞ്ഞു. കാവൽക്കാരൻ അവനെ അത്ഭുതത്തോടെ നോക്കി. സിന്ധുബാദോ? സിന്ധുബാദ് വർഷങ്ങൾക്ക് മുൻപ് കടലിൽ നഷ്ടപ്പെട്ടതാണ്. നീ നുണ പറയുകയാണ്. സിന്ധുബാദ് ദുഃഖിതനായി. ആരും അവനെ തിരിച്ചറിഞ്ഞില്ല. അവൻ ഒരുപാട് കാലം ദൂരെയായിരുന്നു. അവന്റെ കുടുംബം പോലും അവനെ തിരിച്ചറിഞ്ഞില്ല. "ഞാൻ സത്യമാണ് പറയുന്നത്. ഞാൻ സിന്ധുബാദാണ്," അവൻ നിലവിളിച്ചു. അവന്റെ ശബ്ദം കേട്ട് അവന്റെ കുടുംബാംഗങ്ങൾ പുറത്തേക്ക് വന്നു. അവന്റെ അമ്മയും പിതാവും അവന്റെ സഹോദരങ്ങളും. അവരും അവനെ തിരിച്ചറിഞ്ഞില്ല. അവരുടെ മുഖത്ത് ദുഃഖം നിഴലിച്ചിരുന്നു. "എന്റെ മകൻ മരിച്ചുപോയി," അവന്റെ അമ്മ കരഞ്ഞു പറഞ്ഞു. "നിങ്ങൾ ആരാണ്?" അവൻ അവരെ കെട്ടിപ്പിടിച്ചു. "അമ്മേ, ഇത് ഞാൻ സിന്ധുബാദാണ്. ഞാൻ മരിച്ചിട്ടില്ല. ഞാൻ തിരികെ വന്നിരിക്കുന്നു." അവൻ തന്റെ ശരീരത്തിലെ അടയാളങ്ങൾ കാണിച്ചു. അവന്റെ ശബ്ദം കേട്ട്, അവന്റെ കണ്ണുകളിലെ തിളക്കം കണ്ട് അവന്റെ അമ്മയ്ക്കും പിതാവിനും പതിയെ മനസ്സിലായി, ഇത് അവരുടെ മകൻ തന്നെ. അവരുടെ കണ്ണുകളിൽ സന്തോഷത്തിന്റെ കണ്ണുനീർ നിറഞ്ഞു. "സിന്ധുബാദ്, എന്റെ മകനെ!" അവൻ അവനെ കെട്ടിപ്പിടിച്ചു. അവൻ വീണ്ടും വീട്ടിൽ തിരിച്ചെത്തി. അവന്റെ യാത്രകൾ അവസാനിച്ചിരിക്കുന്നു. സിന്ധുബാദ് തന്റെ യാത്രകളെക്കുറിച്ച് ആളുകളോട് പറഞ്ഞു. കടലിലെ ഭീമാകാരമായ തിമിംഗലം, റോക്ക് പക്ഷികൾ, നരഭോജികൾ, ഭൂമിക്കടിയിലെ നദിയിലെ നിധിശേഖരം, ആകാശത്തിലെ നഗരങ്ങൾ, കാന്തികമല, ഭൂതബാധയുള്ള മരുഭൂമിയിലെ കടൽ, കാലത്തിന്റെ ദ്വീപ്, മരണത്തിന്റെ ദ്വീപിലെ ഭീകരജീവി. അവന്റെ കഥകൾ ആളുകൾ അത്ഭുതത്തോടെ കേട്ടു. ചിലരവനെ വിശ്വസിച്ചില്ല. "ഇതെല്ലാം നുണയാണ്. ഇങ്ങനെയൊന്നും സംഭവിക്കാൻ കഴിയില്ല," അവർ പരിഹസിച്ചു. പക്ഷേ സിന്ധുബാദ് ചിരിച്ചു. അവന് സത്യമറിയാമായിരുന്നു. അവൻ കണ്ടതും കേട്ടതും അനുഭവിച്ചതും എല്ലാം സത്യമായിരുന്നു. അവന്റെ ഹൃദയം ജ്ഞാനത്താൽ നിറഞ്ഞു. അവൻ തന്റെ സമ്പത്ത് മറ്റുള്ളവരുമായി പങ്കുവച്ചു. തന്റെ യാത്രകളിൽ നിന്ന് ലഭിച്ച വജ്രങ്ങളും രത്നങ്ങളും അവൻ പാവപ്പെട്ടവർക്ക് നൽകി. അവനൊരു പുതിയ കച്ചവടം ആരംഭിച്ചു. പക്ഷെ അത് പണത്തിനു വേണ്ടിയായിരുന്നില്ല. അറിവ് പങ്കുവയ്ക്കാനുള്ളൊരു വഴിയായിരുന്നു അത്. സിന്ധുബാദ് ഇനി സാഹസിക യാത്രകൾക്ക് പോയില്ല. അവനൊരു ജ്ഞാനിയായ സഞ്ചാരിയായി മാറി. അവന്റെ വീട് കഥകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നവരുടെ ഒരു സങ്കേതമായി മാറി. കുട്ടികളും മുതിർന്നവരും അവന്റെ അടുത്ത് വന്ന് അവന്റെ കഥകൾ കേട്ടു. അവൻ അവർക്ക് ജീവിതത്തിന്റെ പാഠങ്ങൾ പകർന്നു നൽകി. അത്യാഗ്രഹം നാശത്തിലേക്ക് നയിക്കുമെന്ന് അവൻ പഠിപ്പിച്ചു. അഹങ്കാരം മനുഷ്യനെ നശിപ്പിക്കുമെന്ന് അവൻ പറഞ്ഞു. ധൈര്യവും ബുദ്ധിയും ഉണ്ടെങ്കിൽ ഏതു പ്രതിസന്ധിയെയും അതിജീവിക്കാൻ കഴിയുമെന്ന് അവൻ അവരെ ഓർമ്മിപ്പിച്ചു. പ്രകൃതിയെ ബഹുമാനിക്കണം, കാലത്തിന്റെ വില മനസ്സിലാക്കണം, സ്നേഹവും ദയവും ജീവിതത്തിന് അർത്ഥം നൽകുമെന്ന് അവൻ പറഞ്ഞു. സിന്ധുബാദിന്റെ കഥകൾ തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ടു. അവന്റെ പേര് ബാഗ്ദാദിലെ ഓരോ വീടുകളിലും മുഴങ്ങി. അവന്റെ യാത്രകൾ വെറുമൊരു സാഹസികതയായിരുന്നില്ല. അത് ജീവിതത്തിന്റെ അർത്ഥം കണ്ടെത്താനുള്ള ഒരു മനുഷ്യന്റെ യാത്രയായിരുന്നു. അങ്ങനെ സമുദ്രം വിളിച്ചപ്പോൾ മറുപടി പറഞ്ഞ സിന്ധുബാദ് സമുദ്രം നൽകിയ പാഠങ്ങളുമായി തന്റെ ജീവിതം പൂർത്തിയാക്കി. അവൻ സമുദ്രത്തിന്റെ സൗന്ദര്യവും ശാപവും കണ്ടു. ഭയത്തെയും അത്യാഗ്രഹത്തെയും അതിജീവിച്ചു. ഒടുവിൽ ജ്ഞാനത്തിന്റെ തീരത്തെട്ട് ചേർന്നു. അവന്റെ കൗതുകം അവനെ സാഹസികനാക്കി. അവന്റെ യാത്രകൾ അവനെ ജ്ഞാനിയാക്കി. ഒടുവിൽ അവനൊരു കഥ പറച്ചിലുകാരനായി ഓരോ സഞ്ചാരിയുടെയും ഹൃദയത്തിൽ പുതിയൊരു സാഹസികതയുടെ വിത്തുപാകി. അവന്റെ കഥകൾ നൂറ്റാണ്ടുകളോളം തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ടു. ഓരോ പുലരിയിലും കടലിന്റെ നേർത്ത മൂളൽ പോലെ അത് കേൾക്കാൻ കാതോർത്തു.
യഥാർത്ഥ നിധി സമ്പത്തായിരുന്നില്ല, മറിച്ച് ജീവിതാനുഭവങ്ങളിലൂടെ ലഭിച്ച ജ്ഞാനമായിരുന്നു എന്ന് സിന്ധുബാദ് ലോകത്തോട് വിളിച്ചു പറഞ്ഞു.